മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒഴിഞ്ഞിട്ട കോഴി, റിഫാഴി കോഴി. കോഴിക്കൂട്ടിൽ മറ്റു കോഴികളെ മൂർഖൻ പാമ്പ് വന്ന് തിന്നാതിരിക്കാൻ വേണ്ടി ഒരു കോഴി റിഫാഴിയുടെ പേരിൽ, ഒരു കോഴി മുഹീദ്ദീൻ ശൈഖ് ജീലാനിയുടെ പേരിൽ, അങ്ങനെ പലരുടെയും പേരിലതാ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ പേരിൽ അവർ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്, അറവുകൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ ആളുകൾ പറയുന്നതൊന്നോ? ബ്ലോഗർമാരൊക്കെ വലിയ രൂപത്തിലുള്ള കാര്യമായിട്ട് പറയാണ്, ഞങ്ങളുടെ ഈ നേർച്ചക്കൊരു പ്രത്യേകതയുണ്ട്, വർഷം തോറും ആടിൻ്റെ എണ്ണം കൂടുന്നു, പത്തിരി ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. പിന്നെ എന്താണ് പ്രത്യേകത? ഇത് എല്ലാ മതക്കാരും നേർച്ചയാക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ അസുഖം വരുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, ഭാര്യ ഗർഭം ധരിക്കാൻ, ധരിച്ച കുട്ടി ആൺകുട്ടിയാവാൻ, അതേപോലെ തന്നെ ഗൾഫിൽ പോയ ഭർത്താവിന്, അതല്ലെങ്കിൽ മകന് നല്ല ജോലി കിട്ടുവാൻ വേണ്ടി, ഇങ്ങനെ 100 കൂട്ടം ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി അതാ ശൈഖിന് വേണ്ടി നേർച്ചയാക്കുന്നു. എന്നിട്ട് പറയും ഞങ്ങൾ അള്ളാഹുടെ പേരിലല്ലേ അറുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് രക്തം, പന്നിമാംസം, അതുപോലെ തന്നെ ശവം തുടങ്ങിയിട്ടുള്ള നമുക്ക് കഴിക്കൽ നിഷിദ്ധമായ കാര്യങ്ങളുടെ കൂട്ടത്തിലല്ലേ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തിട്ടുള്ളതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ശവം, രക്തം, പന്നിമാംസം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദിക്കപ്പെട്ടത്, റബ്ബല്ലാത്തവരുടെ പേരിൽ അവരിൽ നിന്ന് പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടുള്ള അറവാണത്. പലപ്പോഴും പറയും ഞങ്ങളൊക്കെ ബിസ്മില്ല ചൊല്ലിയിട്ടല്ലേ അറുക്കുന്നത്. പിന്നെ എന്താ, ഞങ്ങൾ മൊയ്‌ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞിട്ടല്ലല്ലോ, മമ്പർത്ത തങ്ങളുടെ പേര് പറഞ്ഞിട്ടല്ലല്ലോ, റിഫാഴി ശൈഖിന്റെ പേര് പറഞ്ഞിട്ടല്ലല്ലോ. പേര് പറയലല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശമെന്ത്? നേർച്ചയാക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ എന്താണ് അവൻ്റെ ഉദ്ദേശം? എന്ത് ആഗ്രഹത്തിനാണ് ഞാൻ ഈ നേർച്ചയിലേക്ക് കോഴിയെ കൊടുക്കുന്നത്? ആടിനെ വളർത്തി 1 കൊല്ലം തീറ്റിപ്പോറ്റി അതിനെ ഇങ്ങനെ വളർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, അവിടെ വെച്ച് അറവ് നടത്തുന്നു, അത് വിതരണം ചെയ്യുന്നു, പറയുന്നു ഒരുപാട് ആളുകൾക്ക് അന്നം കിട്ടുകയാണ്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ചോറ് കിട്ടുന്നു, ആടുമാംസം കിട്ടുന്നു, പത്തിരി കിട്ടുന്നു, നല്ല കാര്യമല്ലേ? ഇതിനൊക്കെ എതിർക്കാൻ ഇവർക്ക് എന്താ അവകാശമെന്ന് പറയുന്നു. പക്ഷേ ദുന്യാവിലെ ഭക്ഷണമല്ലല്ലോ, പരലോകത്ത് സ്വർഗം കിട്ടണ്ടേ. ആ സ്വർഗം കിട്ടണമെങ്കിൽ റബ്ബിൻ്റെ മാത്രം പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറവ് നടത്തണം, നേർച്ചയാക്കണം. മറിച്ച് ഇവിടെ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടി ഞാനൊരാടിനെ നേർച്ചയാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാളികേരം, അല്ലെങ്കിൽ 1 കിലോ അരി, അല്ലെങ്കിൽ 1 ചാക്കരി എന്താണോ കൊടുക്കുന്നത്, ആ നേർച്ചയാക്കുന്നത് ഞാൻ എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ ശൈഖിനറിയാം, ശൈഖ് ജീലാനിക്കറിയാം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ തൽഭാഗം എന്നോവർ. ഒരു കുപ്പിയിലുള്ള വെള്ളം, ദ്രാവകം നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണും പോലെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയാന്തരാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ശൈഖ് ജീലാനി അതാ ഇപ്പോഴും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അപ്പൊ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ജീലാനിക്കറിയാം. ആ ലക്ഷ്യം, ഉദ്ദേശം എനിക്ക് മാറ്റിത്തരും. അങ്ങനെ ആ നേർച്ച സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ ഉത്തരം ചെയ്യാനുള്ള കഴിവ് അഡ്വാൻസ്ഡായിട്ട് ശൈഖ് ജീലാനിക്കും മറ്റുള്ള എല്ലാ ഉലിയാക്കന്മാർക്കും അള്ളയങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരത് ചെയ്യും. ഈ വിശ്വാസത്തോടുകൂടി അവരെ പ്രീതിപ്പെടുത്തുവാനുള്ള ഈ അറവും നേർച്ചകളും തനിച്ച ജാഹിലിയ്യ പരിപാടിയാണ്, തനിച്ച ശിർക്കിൻ്റെ പരിപാടിയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലുമൊക്കെ ആളുകൾ പറയും അതൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആ പോത്തിറച്ചിയുടെയും ആ ആട്ടിറച്ചിയുടെയും ആ ചോറിൻ്റെയും ആ പത്തിരിയുടെയും ഒക്കെ കൂടിയുള്ളൊരു ഗന്ധം കേൾക്കുമ്പോൾ എങ്ങനെയാ തിന്നാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ കാണുന്ന ആളുകളില്ലേ? സമൂഹത്തിൽ എത്രയാളത് തമാശയായി
സംഗതിയായി കാണുന്നു. പക്ഷേ ഒരു ശവം തിന്നാൻ നമുക്കങ്ങനെ പറ്റുമോ? പന്നിമാംസം തിന്നാൻ പറ്റുമോ? അതേപോലെ തന്നെ റബ്ബല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ഇനി പ്രതിഷ്ഠകളിന്മേൽ ജാറത്തിന്റെ സമീപത്ത് പോയി അറുക്കപ്പെട്ടതോ, ഇനി ബലിക്കല്ലുകളിൽ അറുക്കപ്പെട്ടതോ എന്തുമാകട്ടെ, വമാ ദുബിഹ അലന്നുസുബി എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ വിശദമായ വിഷയങ്ങളാണ്. പക്ഷേ ചില സൂചനകൾ ഞാൻ നടത്തുകയാണ്, നിങ്ങളത് പഠിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഭക്ഷണപാനീയങ്ങൾ, ആ രൂപത്തിൽ അറുത്തിട്ടുള്ള മാംസങ്ങൾ അത് നമുക്ക് കഴിക്കാൻ പാടില്ല. നമ്മുടെ മക്കളത് കഴിച്ചുകൂടാ. കാരണം റബ്ബ് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് ശപിച്ചിട്ടുള്ള കാര്യമാണിത്. എന്നിട്ട് എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാഹ് ശപിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെ? മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹയല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഈ ശാപം കിട്ടുന്ന പണിക്കാണോ പോകുന്നത്? ഇതിലേക്കാണോ നേർച്ച കൊടുക്കുന്നത്? ഇതിലാണോ പങ്കെടുക്കുന്നത്? ഇതിൻ്റെ ചോറും പത്തിരിയും അതുപോലെ തന്നെ ഇറച്ചിയുമാണോ കഴിക്കുന്നത്? ചിന്തിക്കണം, ആലോചിക്കണം. ഇസ്ലാം എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാനും പറയാനും അത് ഉൾക്കൊള്ളാനും നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഗൗരവങ്ങൾ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി മാത്രം നബിയെ താങ്കൾ നമസ്കരിക്കോ. വൻഹർ, ആ റബ്ബിന് വേണ്ടി മാത്രം അറവ് നടത്തൂ. കണ്ടോ, റബ്ബിന് വേണ്ടി മാത്രം അറവ് നടത്തുക. പേര് പറയൽ മാത്രമല്ല, പ്രത്യേകം മനസ്സിലാക്കുക. ആരുടെ പ്രീതിക്ക? ആര് എന്നെ തൃപ്തിപ്പെടാനാണ്? ആരിൽ നിന്ന് എനിക്ക് ഉപകാരം കിട്ടാനാണ്? ആരിൽ നിന്ന് എനിക്ക് വരാവുന്ന ദോഷങ്ങൾ തടുക്കാനാണ്? ആരെ പ്രീതിപ്പെടുത്താനാണ്? ഈ ഉദ്ദേശം തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളക്കരയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിനെയൊക്കെ മുജാഹിദുകൾ എതിർക്കുന്നുണ്ട്. അവരവിടെ എതിർത്തോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളാണ് ഇതിനൊക്കെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടും എന്ന് ഒരാളും വിചാരിക്കണ്ട. മരിച്ചു പോകണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്നേ പറ്റൂ എന്ന എല്ലാ ഗൗരവത്തോടുകൂടെയും പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി, വിവിധങ്ങളായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സിയാറത്ത് ടൂറുകൾക്കാണ് കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സിയാറത്ത് ടൂറുകൾ, അവിടുന്ന് അങ്ങോട്ട് കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു ദർഗകൾ, ഇവിടങ്ങളിലേക്കെല്ലാം പോകുന്നു. ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു, അവരുടെ ഖബറുകൾക്ക് മുമ്പിൽ അതുപോലെ തന്നെ സുജൂദിൽ കിടക്കുന്നു. അതിൻ്റെ ചുറ്റും ഫാത്തിഹയും യാസീനും ഓതിക്കൊണ്ട് വട്ടത്തിൽ നടക്കുന്നുവത്രേ. നമ്മൾ പറഞ്ഞു ഖബറിൻ്റെ ചുറ്റും തവാഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മുസ്ലിയാക്കൾ പറയുന്നു ഞങ്ങൾ തവാഫല്ല ചെയ്യുന്നത്, യാസീനും ഫാത്തിഹയും ഓതിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ നടക്കാറുണ്ട്. അതിനെ കൂട്ടരേ ഈ തവാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖബറിനെ ചുംബിക്കൽ, അവിടെയുള്ള നേർച്ചപ്പെട്ടിയിൽ നേർച്ചകളിടൽ, അവിടെ വിളക്ക് കൊളുത്തൽ, അവിടെ ജാറം മൂടൽ, ആ ഖബറുകളെ മുത്തിമണത്തുകൊണ്ട് അതിലേക്കങ്ങ് കമഴ്ന്ന് വീണിട്ട് ആവശ്യങ്ങൾ അങ്ങനെ പറയുകയാണ്. എല്ലാം ഇവിടെ വന്നാൽ നേടിയെടുക്കുവാൻ പറ്റും എന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. ഈ പുരോഹിതന്മാര് അതെല്ലാം പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ദർഗകൾ തോറും കുടുംബസമേതം തെണ്ടി നടന്ന് സിയാറത്ത് എന്ന പേരും കൊടുത്തിട്ട് അങ്ങനെ ശിർക്കിൻ്റെ വക്താക്കളായി മടങ്ങിപ്പോരുന്ന ഖേദകരമായ ഒരു കാഴ്ച ഇന്ന് സമൂഹത്തിൽ കാണുന്നു.
പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതേ അവർ ഏലസാണ് ധരിക്കുന്നത്, ഉറുക്കാണ് കെട്ടുന്നത്, ഹോമമാണ് വീട്ടിൽ വെച്ച് നടത്തുന്നത്. 100 കൂട്ടം കാര്യങ്ങളാണ് അവരോട് അതിൻ്റെ പേരിൽ പുരോഹിതന്മാർ പറയുന്നത്. അയൽവാസി മാരണം ചെയ്തതാണ്, അതുകൊണ്ട് തിരിച്ചൊരു മാരണം ചെയ്യണം, അതിന് ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ പോയി കുറച്ച് കാശ് കൊടുക്കണം. തീർന്നില്ല, അപ്പുറത്ത് ചില രക്തരക്ഷസിന്റെ പ്രശ്നങ്ങളുണ്ട്, വീട്ടിന് ചില പ്രശ്നങ്ങളുണ്ട്, കന്നിമൂലയുടെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടുമാറാത്ത കുറെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മരക്ഷസിന് വേണ്ടി നിങ്ങൾ കുറച്ച് പൈസ നിങ്ങൾ കൊടുക്കണം. ആശാരിക്കാവുകളിൽ പോകണം, മുത്തപ്പൻ കോവിലുകളിൽ പോകണം, അതേപോലെയുള്ള മഠങ്ങളിൽ പോകണം, അമ്പലങ്ങളിൽ പോകണം, ഇനി ക്രൈസ്തവ ചർച്ചുകളാണെങ്കിൽ അവിടെ പോകണം. ഇങ്ങനെ ജാതി മതഭേദമില്ലാതെ ഒരിടത്തിനൊന്നും സമാധാനം കിട്ടുന്നില്ല, മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അത് ശിർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഗതികേടാണ്. വമയ്യുശ്രിക് ബില്ലാഹ്, അവൻ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരാരൊക്കെയുണ്ടോ അവരാരെ പോലെയാണ്? ഖർറമിനസ്സമാ, മുകളിൽ നിന്ന് താഴോട്ടങ്ങ് വീണവനെ പോലെയാണ്. എവിടെ പോയി വീഴുമെന്നറിഞ്ഞുകൂടാ, കാറ്റ് അവനെ എവിടേക്കൊക്കെയാണ് കൊണ്ടുപോയി എറിയുക എന്നറിഞ്ഞുകൂടാ. ഇന്നൊരു ദർഗയിലാണെങ്കിൽ അതിൻ്റെ ഉമ്മറത്തുകൂടെ അവിടുന്ന് നേടിയില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം മറ്റൊരിടത്തേക്കാണ് യാത്ര. അങ്ങനെ ഓരോ സ്ഥലത്തും മാപ്പിളപ്പേരുള്ള ദർഗകളിലൊക്കെ കയറി ഇറങ്ങും. ഫലം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അയൽവാസി പറയും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയും, നീ ഞങ്ങളുടെ ഇന്ന ക്ഷേത്രത്തിലേക്കൊരു ചെറിയ തുലാഭാരം അങ്ങ് നേർന്നേക്ക്, കുട്ടിയുണ്ടാകും എന്ന് പറയും. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി പർദ്ദയിട്ട പെണ്ണുങ്ങളെ കൊണ്ട് അതേ ക്യൂ നിർത്തുകയാണ് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ, പൂജാരികളുടെ മുമ്പിൽ, അതേപോലെയുള്ള ആളുകളുടെ മുമ്പിൽ, തങ്ങന്മാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ, ഔലിയാക്കന്മാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ, ബീവിമാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ അവർ ജപിച്ചു കൊടുക്കുന്ന ഐക്കല്ല് കെട്ടുന്നു. ആ ഐക്കല്ലെങ്ങാനും ഊരി വെച്ചാൽ ശൈത്താനളകും എന്ന് പറയുന്നു. അങ്ങനെ 100 കൂട്ടം അന്ധവിശ്വാസങ്ങളെ ഈ സമൂഹം താലോലിച്ചുകൊണ്ട് നടക്കുമ്പോ അവൻ്റെ ഈമാനാണ് പൊളിഞ്ഞു പോകുന്നത്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരിലേക്ക് അവൻ തവക്കുലാക്കിക്കൊണ്ട് ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അത് കൃത്യമായി പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദർശ പഠനം കൃത്യമായി തന്നെ നടക്കണം. അതിന് അല്ലാഹനെ അറിയണം, അല്ലാഹന്റെ ദീൻ അറിയണം, അല്ലാഹന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുറിച്ച് നന്നായി പഠിക്കണം. അതിന് ആർക്കാ സമയം? അതിന് ആരാണ് സഹോദരങ്ങളെ സമയം കണ്ടെത്തുന്നത്? അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ എന്നാണ് ഈ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ സമീപത്തേക്ക് പോകുന്ന ഈ ഖേദകരമായ കാഴ്ച അവരുടെ വിശ്വാസത്തെ തന്നെയാണ് അത് തകർക്കുന്നത്. ഒരു വീട് വെക്കാൻ ഒരുങ്ങുമ്പോൾ എന്തെല്ലാം പുലിവാലുകളാണ്! വീട് വെക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊരു പേടിയാണ്! അവിടെ ഇങ്ങനെ ആശാരി വരണം, ജ്യോത്സ്യൻ വരണം, തങ്ങൾ വരണം, എന്നിട്ടിങ്ങനെ നോക്കണം അവിടെ വാസ്തു ഉണ്ടോ, വാസ്തു കിടപ്പുണ്ടവിടെ. വാസ്തുദേവൻ ആരുടെ വിശ്വാസമാണ്? വാസ്തുദേവൻ കിടക്കുന്നുണ്ടത്രേ നമ്മളെയൊക്കെ വീടിൻ്റെ ഒരു മൂലയിൽ. നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ അവിടെ വീട് വെക്കുമ്പോൾ പറയുന്നത് എന്താണ്? വാസ്തുദേവൻ കിടക്കുന്നിടത്ത് അവിടെ കുളിമുറി പറ്റൂല, അവിടെ കക്കൂസ് പറ്റൂല, ടോയ്ലറ്റ് പറ്റൂല, അവിടെ അടുക്കള പറ്റൂല, ഒന്നും പറ്റൂല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നിർമ്മിച്ചിട്ടുള്ള എത്രയെത്ര കെട്ടിടങ്ങളാണ് പൊളിച്ചു കളഞ്ഞത്, എത്ര വീടുകളുടെ അടുക്കളകളാണ് മാറ്റിപ്പണിയേണ്ടി വന്നത്, എത്രയെത്ര ടോയ്ലറ്റുകളാണ് പൊളിച്ച് ഇടിച്ച് നിരപ്പാക്കേണ്ടി വന്നത്, എത്രയെത്ര ബെഡ്റൂമുകളാണ് സ്ഥാനം തെറ്റിച്ചുകൊണ്ട് രണ്ടാമത് നിർമ്മിക്കേണ്ടി വന്നത്. അതേ ഗൾഫുകാരൻ അവൻ്റെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയിട്ട് കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ വീട്ടുകാരിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു, അവിടെ അതുണ്ടായാൽ നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകൂല, എന്നെന്നും രോഗമായിരിക്കും, എന്നെന്നും ഇവിടെ ശൈത്താൻ്റെ കുടിയിരിക്കലായിരിക്കും, എന്നെന്നും പ്രശ്നങ്ങൾ
കോടികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതേ എത്രയെത്ര പാവപ്പെട്ട പ്രവാസികൾ അധ്വാനിച്ച പണമാണ് ഇത്തരത്തിലുള്ള ഈ പിശാചുക്കളുടെ വാക്കുകളും കേട്ടുകൊണ്ട് ഇടിച്ച് നിരത്തി പൊളിച്ച് കളഞ്ഞത്. ഇതിൽ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്നവരും മുന്നിലുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഇവരൊക്കെയല്ല വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റുകളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കൊക്കെ ഇന്ന് എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രത്യേകമായ നിലക്ക് ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒക്കെ ഏതെങ്കിലും ഒന്ന് വിടണമെങ്കിൽ അവിടെ പൂജ കഴിക്കണം, ഇല്ലെങ്കിൽ ആകെ കൂടി പ്രശ്നമാണ്. മുട്ടറുക്കണം, തേങ്ങ കൊണ്ട് മുട്ടറുക്കണം, അവിടെ പൂമാലയുണ്ടാകണം. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെയെങ്കിലും മനസ്സുകളിൽ വീടിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഇത്തരം പിശാചുക്കൾ വന്നുകൊണ്ട് അവൻ്റെ ഏത് പേരുള്ളവനാകട്ടെ, മാപ്പിള പേരുണ്ടായിട്ടൊന്നും കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല, ഇപ്പുറത്തൊരു തങ്ങൾ എന്ന പേരുണ്ടായിട്ടൊന്നും കാര്യമില്ല, ഈ വിധത്തിൽ വാസ്തുവിൻ്റെ കണക്കും പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുവോ അവൻ ശൈത്താൻ്റെ അനുയായിയാണ് കേട്ടോ. ഇസ്ലാമും അതുമായി ബന്ധമില്ല. അതിനിപ്പോ മുസ്ലിയാക്കന്മാർ കണ്ടുപിടിച്ചൊരു പോംവഴി എന്താണെന്നറിയോ? വാസ്തുദേവെന്ന് നമ്മൾ പറയണ്ട, നമ്മൾ വാസ്തുദേവെന്ന് പറയണ്ട, മൂപ്പരെ കെലിമ ചൊല്ലിയാണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. മൂപ്പരെ കെലിമ ചൊല്ലിയിട്ട് ഈ വാസ്തുദേവനുണ്ടല്ലോ, മൂപ്പരെ കിടക്കണ കിടപ്പൊക്കെ ഉണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ആ വാസ്തുദേവൻ കിടക്കുന്നുണ്ട് നമ്മളെ വളപ്പിൽ, നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് മൂപ്പര് കിടക്കുന്ന സ്ഥലത്ത് ചൂടാക്കിയാൽ ദേഷ്യപ്പെടും, അവിടെ മൂത്രയിച്ചാൽ ദേഷ്യപ്പെടും, പല രൂപത്തിലാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്യുക, കെലിമ ചൊല്ലി ഇസ്ലാമാക്കുക, എന്നിട്ട് നമുക്ക് വാസ്തു ഔലിയ എന്ന് പേരിടുക. ദേവൻ എന്ന് പറയണ്ട, ദേവനോ ദേവീനൊന്നും പറയണ്ട. അങ്ങനെ ഒരു വാസ്തു പുരുഷൻ, മുസ്ലിം വാസ്തു പുരുഷൻ, നമ്മുടെ നാട്ടിൽ ഒരു തങ്ങൾ എന്ന് പേരുള്ള ഒരു തങ്ങൾ ഒരു പുസ്തകം പോലും ഇറക്കിയിട്ടുണ്ട്. ദോഷമുക്ത ഭവനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദോഷങ്ങൾ വരാതെ എങ്ങനെ വീടുണ്ടാക്കാം, ദോഷങ്ങളൊന്നും ബാധിക്കാതെ എങ്ങനെ വീടുണ്ടാക്കാം, എങ്ങനെ വീട് നിർമ്മിക്കാം, ദോഷമുക്ത ഭവനം എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ടോ അത് മുസ്ലിം വാസ്തുശാസ്ത്രം എന്നാ പേരുവിട്ടത്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? നിഷിദ്ധമായതിനൊക്കെ ഒരു മുസ്ലിം എന്നുള്ള പേര് കൊടുക്കുക. ഇസ്ലാമിക് ബാർ, ഇസ്ലാമിക് പിന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള ഹറാമായ കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? പ്രിയ സഹോദരങ്ങളെ, റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ള ഏറ്റവും കടുത്ത ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വിശ്വാസങ്ങളാണതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഹലാലായ പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭൂമി വാങ്ങുക. അവിടെ നിങ്ങൾക്ക് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നിലക്ക് എപ്രകാരമാണോ വീടെടുക്കേണ്ടതെങ്കിൽ വീട് വെക്കുക. റഹ്മാനായ റബ്ബിൻ്റെ നാമത്തിൽ ആരംഭിക്കുക. അങ്ങനെ ആ വീടിൻ്റെ ഇസ്ലാമികമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക. ആരെയും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിറകെയും നമ്മൾ പോകാൻ പാടില്ല. മാത്രമല്ല, ഇവരീ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നതിൻ്റെ കാരണം ഇവിടെ നിയന്ത്രിക്കുന്നത് മുഴുവനും റഹ്മാനായ റബ്ബല്ല, റബ്ബല്ലാത്തവർക്കുള്ള നിയന്ത്രണങ്ങൾ കൊടുത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ടല്ലേ ലോകത്ത് മുഴുവൻ ഇന്ന് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഔലിയാക്കൾ എന്ന വിശ്വാസം ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചേക്കേറിയത്. മുദബ്ബിറുൽ ആലം എന്ന പേരിൽ ഞാനതിൻ്റെ വിശദതലങ്ങളിലേക്ക് പോകുന്നില്ല. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കൊടുവള്ളിക്കാരൻ മടവൂർക്കാരനായ CM മടവൂരാണെന്ന വിശ്വാസം അത് ഈ സമൂഹത്തിലേക്ക് പറഞ്ഞു. മാത്രമല്ല, ആ CM മടവൂരിനെ പോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ നാള് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിന് തുല്യനായ ഒരാളും ഈ ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് വൈലത്തൂർക്കാരനായ യൂസുഫ് ജീലാനി എന്ന പേരിലുള്ളവർ തങ്ങൾ പച്ചയായി അയാൾ പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ കാന്തപുരമടക്കമുള്ള മുസ്ലിയാക്കന്മാർ കാമ എന്ന് മിണ്ടിയോ, പേരോട് മുസ്ലിയാർ മിണ്ടിയോ? അതേ മുസ്ലിയാക്കളെ, നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന കാര്യം
അതിലേക്ക് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് വൈലത്തൂർക്കാരൻ യൂസുഫ് ബുഖാരി എന്ന് പറയുന്ന ആ തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് എന്തേ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? അയാൾ ഈ അടുത്ത കാലത്തല്ലേ മരിച്ചുപോയത്? അയാളുടെ പേരിലും നിങ്ങൾ ദർഗ കെട്ടിയിട്ടുണ്ടല്ലോ, അവിടെയും ഉറൂസ് നടക്കുന്നുവല്ലോ. ആ മനുഷ്യനാണ് പറയുന്നത് എന്ത്? പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ CM മടവൂരിനോട് തുല്യനായ ഒരാളും വന്നിട്ടില്ല കേട്ടോ എന്നാര് പറഞ്ഞു? മൂപ്പര് പറയണത് CM മടവൂര് തന്നെ മൂപ്പന്റെ വീട്ടിലേക്ക് മൂപ്പര് കാണാൻ ചെന്നപ്പോ വൈലത്തൂർക്കാരൻ തങ്ങളോട് മടവൂര് ഈ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അത്രേ. അത് ഇയാൾ പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണല്ലോ. എന്തേ മുസ്ലിയാക്കളെ നിങ്ങൾ അനങ്ങാത്തത്? നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ അപ്പറഞ്ഞ വാക്ക് കുഫറാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു മരണാനന്തര കുഫർ ബഹുമതിയൊന്ന് കൊടുത്തേക്ക്. നിങ്ങൾ ആലോചിക്ക്, എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? എത്ര ഗൗരവമുള്ള വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ആളുകൾ പക്ഷേ പറയും ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമല്ല, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ജോലി, അതിലപ്പുറം ഇതൊന്നും ഞങ്ങൾക്കറിയണ്ട എന്ന ചിന്ത വരരുത് പ്രിയപ്പെട്ടവരെ. കൃത്യമായി പഠിക്കണം എന്താണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന വിശ്വാസങ്ങൾ, എന്തൊക്കെ ദുരാചാരങ്ങളുണ്ട്. കണ്ണും കാതും തുറന്നു പിടിക്കണം, അത് കേൾക്കണം, അതറിയണം. അതിനെതിരെ തനിക്ക് ചെയ്യാനാകുന്നത് പറയാൻ കഴിയുന്നിടത്ത് പറയണം. ചെയ്യാൻ കഴിയാൻ അധികാരമുള്ള തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഏറ്റവും ബന്ധപ്പെട്ടവരോടാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, തിരുത്തണം. ഇനി അതൊന്നിനും കഴിയൂല, മാനസികമായിട്ട് വെറുപ്പെങ്കിലും അത്തരക്കാരോട് വേണ്ടേ. കാരണം എന്താണ്? ആ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളല്ലേ ഈ സമൂഹത്തോട് പറയുന്നത്. സാധാരണക്കാരെ പറ്റിക്കുന്നു, സാധാരണക്കാരതിൽ വീണുപോകുന്നു, അവര് പാവങ്ങൾ. ഈ മുസ്ലിയാക്കന്മാര് ആ വിധത്തിലുള്ള വിശ്വാസങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ മടവൂരിൽ കിടന്നുകൊണ്ട് CM മടവൂരിങ്ങനെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നോ മൂപ്പരറിയണം. മൂപ്പരൊന്ന് ഉറങ്ങിപ്പോയാൽ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടും, തീവണ്ടികൾ കൂട്ടിയിടിക്കും, കപ്പലുകളൊക്കെ കൂട്ടിയിടിക്കും, സൂര്യചന്ദ്ര നക്ഷത്രകാദികളടങ്ങുന്ന ആകാശഭൂമിയിലെ ഗോളങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. ആര്? ഇയാളൊന്ന് കണ്ണടച്ചാൽ എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ മുദബ്ബിറുൽ ആലം, ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോള്, ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോള്. അൽ ആലം എന്ന് പറയുന്നത് മാസിവൽ ബാരി, അള്ളയല്ലാത്തതൊക്കെ ആലമാണ്. അള്ളയല്ലാത്തതിന് മുഴുവൻ പറയുന്ന പേരാണ് അൽ ആലം. ആ ആലമിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് CM മടവൂരാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ എങ്ങനെയാണ് ഉമ്മാ ഉപ്പാ നമ്മൾ മിണ്ടാതിരിക്കുക? അത് നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ ആ വിശ്വാസം? അതറിയണ്ടേ, അത് പറഞ്ഞു കൊടുക്കണ്ടേ, അത് തിരുത്തി കൊടുക്കണ്ടേ. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നു. അത് ഇസ്ലാഹി പ്രസ്ഥാനം, അതാ മുജാഹിദുകൾ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് സമൂഹത്തിനങ്ങ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ മുസ്ലിയാക്കന്മാരുടെ കേന്ദ്രങ്ങളിൽ വരെ അത് ഞെട്ടലുണ്ടാക്കി. മർക്കസിൽ ഉള്ളിൽ തന്നെ ഒച്ചപ്പാടായി, കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ ഉള്ളിൽ ഒച്ചപ്പാടായി, കോളേജ് സിറ്റിക്കകത്ത് ഒച്ചപ്പാടായി. എന്തേ കാരണം? അതാ മുജാഹിദുകൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെന്നവർക്ക് ബോധ്യമായി തുടങ്ങി. എത്രയെത്ര സഖാഫികൾ കൂടുവിട്ടു, എത്ര സഖാഫികൾ കൂടുവിടാൻ റെഡിയായിട്ട് നിൽക്കുന്നു. എനിക്ക് തന്നെ അറിയാം പല ആളുകളെയും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എത്രയോ കൊല്ലക്കാലം പേരോട് സഖാഫിയുടെ കൂടെ പഠിക്കുകയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളിലൊക്കെ ഉന്നതമായി ഇടപെടുകയും ചെയ്തിരുന്ന വ്യക്തികൾക്ക് പോലും പേരോടിൻ്റെ അന്ധവിശ്വാസങ്ങൾ, പേരോടും കൂട്ടരുമൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളുമൊക്കെ സഹിക്കാനാവാതെ പാളയം വിട്ടിരിക്കുന്നു.
ഇനിയും പലരും വിടാൻ നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതെന്തിനാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലാകും. അതിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിനി അങ്ങനെ മുന്നോട്ട് പോകൂ എന്ന ലാഘവ ബുദ്ധി നമുക്കുണ്ടായിക്കൂടാ. മറിച്ച് നമ്മൾ പറയേണ്ടത് പറയേണ്ട വിധത്തിൽ പറയേണ്ട സമയത്ത് പറയണം. അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ആരും ഒഴിവല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അറിവിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും എന്നുള്ളതല്ലാതെ ആ കടമയിൽ നിന്ന് ഒരാളും രക്ഷപ്പെടൂല എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊരു വലിയ ചർച്ചയായി മാറിയപ്പോൾ മുദബ്ബിറുൽ ആലം എന്ന വിശേഷണം ഈ രൂപത്തിൽ CM മടവൂരിന് നൽകിയപ്പോൾ ആ സമൂഹത്തിൽ തന്നെ, ആ വിഭാഗത്തിൽ തന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞൂടാ എന്ന ചർച്ചയായി. ഉലമാക്കളുടെ സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് AP വിഭാഗത്തിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അയാൾ വിളിച്ചു കൂട്ടിയിട്ട് ഉലമാക്കൾക്കതാ ചില അച്ചടക്ക നിയമങ്ങൾ പഠിപ്പിക്കുന്നു. ആ അച്ചടക്ക നിയമങ്ങളുടെ കോപ്പി എടുത്തതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് സ്വകാര്യമായിട്ട് അവിടെ കൊടുത്തതാണെങ്കിലും അവിടെ വൈകാതെ തന്നെ നമ്മുടെയൊക്കെ കൈകളിൽ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇതേപോലെയുള്ളതൊന്നും ഒതുങ്ങാത്ത കറാമത്തൊന്നും പറയല്ലേ, അതൊന്നും പറയല്ലേ. ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. ഞാൻ എൻ്റെ സമയം അതിനു വേണ്ടി കൂടുതൽ എടുക്കുന്നില്ല. ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, തകരാറിലാകും എന്നതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ എന്ന് പറയരുത്. പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണ് ചിമ്മിയ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ഉണ്ടാക്കും. അതൊന്നും പറയരുത് എന്നാ ഇപ്പൊ പറയുന്നത്. ആരാ പറയുന്നത്? പേരോടിൻ്റെ ടീമാണ് പറയുന്നത്. അങ്ങനെ എന്താ നിങ്ങൾ മൗലവിമാരെ അങ്ങനെ പറയുന്നത്? അവരൊക്കെ ഒന്നല്ലേ? കാന്തപുരവും പേരോടുമൊക്കെ ഒന്നല്ലേ? അല്ല, അല്ല. പേരോടിൻ്റെ വാദപ്രകാരം കാന്തപുരം നമ്പർ 1 കാഫിറാണ്, നമ്പർ 1 മുശ്രിക്കാണ്. പകരാഹസനി കാഫിറാകും, മുശ്രിക്കാകും. തളീക്കര തങ്ങൾ കാഫിറാകും, മുശ്രിക്കാകും. അതുപോലെയുള്ള കുറേ ആളുകളുണ്ട്, കുറേ സഖാഫിമാരുണ്ട്. മടവൂരിൻ്റെ പേരിൽ മൗലിദ് കിതാബ് എഴുതിയിട്ടുള്ള ഒരു അബ്ദുൽ ബസീർ സഖാഫിയുണ്ട്. അയാൾ അവിടെ മർക്കസിലെ അധ്യാപകനാണ്, അവിടുത്തെ ഉന്നത ഉസ്താദാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ തലവനാണ്. അയാൾ എഴുതിയിട്ടുള്ളൊരു മൗലിദുണ്ട്. ആ മൗലിദ് കിതാബിൽ പോലും പറയുന്ന കാര്യങ്ങൾ എന്താ? അതേ CM മടവൂരിനോട് മൂപ്പന്റെ വീട്ടിൽ വെച്ച ഒരാള്, ഒരു സഖാഫി പോയിട്ട് ചോദിച്ചു അത്രേ, അല്ലയോ ശൈഖ് CM, നിങ്ങളുടെ പദവി ഇപ്പൊ എവിടെയാണ്? ചിലരൊക്കെ പറയുന്നു നിങ്ങൾ ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണെന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത്രേ, ഞാനിപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് മക്കളെ, ഞാനിപ്പോൾ അതുക്കും മീതയാണ്, അതിൻ്റെയും മീതയാണ്. അല്ലാത്ത എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പദവിയെക്കുറിച്ച് ആ സഖാഫി ചോദിക്കുന്നത്. നിങ്ങൾ അതാണ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ പറയണം അതൊക്കെ ചെറിയ ചെറിയ മദ്ഹുകളാണ്. ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. മോനെ, അതൊന്നും ശരിയായ എൻ്റെ പദവിയിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ അടുത്ത ചോദ്യം സഖാഫിയുടേത്, എങ്കിൽ പിന്നെ അതിൻ്റെയും മീതെയുള്ള പദവി പിന്നെ എന്താണ്? മിണ്ടിയില്ല. കാരണം അതിപ്പോ പറയാനായിട്ടില്ല. അപ്പൊ അർശിന്റെയും മീതെ, അർശ് തൊട്ട് ഫർശ് വരെ ലോകം മുഴുവൻ ഈ ചങ്ങാതി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ്? നിസ്കാരമില്ല, അതൊക്കെയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു പുലിബൈദീൻ എന്ന് പറയുന്നവർ, നിസ്കാരമില്ലാത്ത ഒരു പിശാച്ചിൻ്റെ വലിയുണ്ടായിരുന്നു. അയാളുമായി മൂപ്പൻ്റെ വീട്ടിൽ വെച്ച് ഈ മടവൂരി കണ്ടുമുട്ടിയതിൻ്റെ ശേഷം അയാളുടെ ജീവിതമാകെ മാറിമറിഞ്ഞു. നിസ്കാരമില്ല, നോമ്പില്ല, നിസ്കരിക്കാതെ വീട്ടിലിരിക്കും, ജുമാക്ക് പോകൂല, ജമാഅത്തിന് പോകൂല, ഉമ്മ സലാം പറഞ്ഞാൽ പോലും മടക്കൂല. അതുപോലെ തന്നെ ഏതെല്ലാം ഹറാമുകളുണ്ടോ
അതൊക്കെ ചെയ്യാൻ മൂപ്പരിക്കൊരു പ്രശ്നമല്ല. നോമ്പെടുക്കില്ലെന്ന് മാത്രമല്ല, നോമ്പ് മുറിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് മൂപ്പര് ചെയ്തത്. അങ്ങനെയുള്ള ഒരാളത് മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അയാളുടെ വിധി എന്താണ് മുസ്ലിയാക്കളെ? മുസ്ലിയാക്കന്മാർ പറയാണ് മൂപ്പരിക്ക് അതൊക്കെ പ്രശ്നമല്ല. കാരണം അത് ജദ്ബിൻ്റെ ഹാലാണ്. ജദ്ബാണ് എന്ന് പറഞ്ഞാൽ മൂപ്പരിക്കൊരു മാനസിക നില തെറ്റിയ സമയത്ത് ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ ചില മർത്തബകളുണ്ട്. അതിനാണ് ഞങ്ങൾ ഭ്രാന്ത് എന്ന് പറയാ. ഭ്രാന്തന്മാർക്ക് രക്ഷയുണ്ട്. അവർക്ക് നിസ്കാരം വേണ്ട, നോമ്പില്ല, അവരിനി സ്വർണത്തിൻ്റെ ചെയിൻ ധരിച്ചാലും കുഴപ്പമില്ല, എന്തും പറയാ, ഞാനാ മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറയാ. ഇനി ഞാൻ തന്നെയാ റബ്ബ് എന്നും പറയാ. തലക്ക് സുഖല്ലല്ലോ, അതിനൊന്നും അവർ കുറ്റക്കാരാകൂല. പക്ഷേ അതിനൊന്നും കാന്തപുരം മുസ്ലിയാർ വിട്ടിട്ടില്ല. കാരണം കാന്തപുരം മുസ്ലിയാർ പറയുന്നത് എന്താ? CM മടവൂരിന് ജദുബുല്ല, പ്രാന്തൂല്ല, മജുനൂനും അല്ല, നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. പിന്നെ അയാളുടെ വിധി എന്താ? അങ്ങനത്തെ ഒരാളായത് പറഞ്ഞതെങ്കിൽ പിന്നെ അയാളുടെ വിധി എന്താ? അപ്പൊ ആദ്യം തന്നെ അന മുദബ്ബിറുല്ലാലം, അന ഖുതുബുല്ലാലം, ഞാനാണ് ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോള്, ഞാനാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് സ്വബോധത്തോടെ അയാൾ പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ എനിക്ക് തുല്യനായി ഒരാളും ഇല്ലട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ആരുമില്ല. അതോടുകൂടെ അയാൾ എന്തായി? അപ്പൊ ആ അവസ്ഥയിൽ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. അങ്ങോട്ടും ഒക്കെ ഇപ്പൊ ശിർക്ക്. കാന്തപുരം ശിർക്കിലാണ്, കുഫറിലാണ്. ആരാ അത് വായിച്ച് പറയുന്നത്? പേരോട് മുസ്ലിയാർ അഖീദയുടെ കിതാബുകൾ വായിച്ചിട്ട് പറയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പം മൂപ്പര് അവസാനപ്പോൾ കുടുങ്ങിയിട്ട് ഇപ്പോൾ പറയണ് ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമല്ല, ഞാൻ പറയുന്നതും ഒന്ന് തന്നെയാണ്, ഉസ്താദ് പറയുന്നതും ഒന്ന് തന്നെയാണ്, ഞാനും ഉസ്താദും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ചില പുത്തൻവാദികളും അതുപോലെ തന്നെ ചില കള്ളത്വരീക്കത്തുകാരും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ സമാധാനം കൊള്ളുന്നുണ്ട്. മുസ്ലിയാരെ, നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം കൊള്ളാനാവില്ല. അത് കാന്തപുരം മുസ്ലിയാർ പറയട്ടെ. മുദബ്ബിറുൽ എന്ന് പറഞ്ഞാൽ പേരോട് പറയുന്നത് ചെറിയ ചില്ലറ ചില നിയന്ത്രണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്രയുള്ളൂ. മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നാണ്. കാന്തപുരം പറയുന്നതോ മൊത്തം എല്ലായിടത്തും ഔലിയാക്കന്മാർ മലക്കുകളെ വരെ പട്ടാളമായിട്ട് കൊണ്ട് നടക്കുകയാണെന്നാണ്. ജിബ്രീലും മീകായിലും മലക്കുകളൊക്കെ ആരുടെ കൂടെയാണ്? CM മടവൂരിൻ്റെ ഇടത്തും വലത്തും അവരെ പോലും നിയന്ത്രിക്കുന്ന പട്ടാളക്കാരാണ്. എല്ലാത്തിൻ്റെയും മീതെ, അർശിൻ്റെയും മീതെ നിയന്ത്രണം, എല്ലായിടങ്ങളിലും നിയന്ത്രണം. ഉസ്താദിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ ഉസ്താദെ? പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഉസ്താദ് അത് പറയൂല. മാത്രല്ല, നിങ്ങൾ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നേരെ പിന്നിലിരിക്കുന്ന ആള് പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം. എത്ര കൃത്യമായ അപകടമാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ആ അബ്ദുൽ ബസീർ സഖാഫി എന്ന് പറയുന്ന അയാൾ പറഞ്ഞ ആ വാചകങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ പറയാം ബാക്കി കാര്യം. നിങ്ങൾക്ക് ഞാൻ ലോകത്തെ പടക്കാൻ പോകുന്നു, നിങ്ങളിലൂടെ ഞാനൊരു ലോകത്തെ പടക്കാൻ പോകുന്നു. ആദ്യം നിങ്ങളെ ഞാൻ പഠിച്ചത്, നിങ്ങളിലൂടെ ഞാൻ വലിയൊരു ലോകത്തെ പടക്കാൻ പോകുന്നു. അക്വാനിനെ, ആ മുഴുവൻ പ്രപഞ്ചങ്ങളിലേക്കും നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള ചുമതല നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലദീ ഔലാഹു. നബി തങ്ങൾക്ക് അള്ളാഹു താല അടിമയാണെങ്കിലും ആ അടിമക്ക് അള്ളാഹു താല നൽകിയത് എങ്ങനത്തെ അടിമ? ദീന വെച്ച അടിമയല്ല. അള്ളാഹ് കൊടുത്തത് എന്റെ അടിമേന്. എന്ത് അടിമക്കുള്ള ജോലി? ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കുന്ന നിയന്ത്രണം നിങ്ങളിലൂടെ നടക്കട്ടെ എന്നുള്ള തീരുമാനിച്ചു. പറഞ്ഞതൊന്ന് മനസ്സിലാക്കി തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളൊക്കെ പടക്കുന്നതിൻ്റെ മുമ്പ്, അന്ന് ലോകത്തൊന്നുമില്ല, മലക്കുകളില്ല, മനുഷ്യരില്ല, ആകാശഭൂമിയില്ല, ഒന്നുമില്ല. ആദ്യം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് പടച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടച്ചിട്ട് അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. എന്താ ഏൽപ്പിച്ചു കൊടുത്തത്? ഇതാ ഈ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോള് ഇനി നീയാണ് നടത്തേണ്ടത്. ഞാനിവിടെ പടച്ചിട്ട് തന്നു, ഇനി മുഴുവൻ കൺട്രോള് നീയാണ് നടത്തേണ്ടത് എന്നിങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ തദ്ബീർ പിന്നെ അലി റളിയല്ലാഹു അൻഹുനും ഇപ്പം മടവൂരിനൊക്കെ കിട്ടിയെന്നാണ് ഇവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇയാൾ പറയുന്നത്. ഈ വിശ്വാസം പേരോട് അംഗീകരിക്കോ?
പേരോട് അംഗീകരിക്കോ? കാന്തപുരത്തിന്റെ അനുയായിയും കാന്തപുരത്തിന്റെ മർക്കസിലെ അധ്യാപകനുമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? എത്രത്തോളം കടുത്ത ശിർക്കും കുഫറുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ, പറഞ്ഞാൽ ഒരറ്റമല്ല. എന്നിട്ട് മൂപ്പരിപ്പ സമാധാനിക്കാണ്, ഞാനും കാന്തപുരം ഉസ്താദും തമ്മിൽ ഒരു പ്രശ്നമല്ല, ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, നിങ്ങളൊന്നല്ല. നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും വിശ്വാസം വേറെ വേറെ വേറെയാണ്. ഈ മുദബ്ബിറുൽ ആലം വിഷയത്തിൽ നിങ്ങളുടെ വാദപ്രകാരം അപ്പുറത്തിൽ സംസാരിക്കുന്ന പകരാഹ്സനിയും കാന്തപുരവും തുടങ്ങിയിട്ടുള്ള ആ ടീമിലുള്ള മുഴുവൻ ആളുകളും കുഫറാണ് പ്രചരിപ്പിക്കുന്നത്, ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്. ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. അതേ മുദബ്ബിറുൽ ആലം എന്ന് വിശ്വാസത്തോടെ ബോധത്തോടെ പറഞ്ഞ മടവൂര് കാഫിറായി മാറുന്നു, കാന്തപുരം കാഫിറായി മാറുന്നു, മറ്റെല്ലാവരും കാഫിറായി മാറുന്നു. ഇത് പേരോടാണ് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അതിവിടെ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ള മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെക്കുറിച്ചൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ചില കടപ്പാടുകളുണ്ട്, ആദരവുകളുണ്ട്, ബഹുമാനങ്ങളുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അതൊന്നും പരിധി വിട്ടുകൂടാ. പരിധി വിട്ടതാണ് ഇവിടുത്തെ പ്രശ്നമായത്. ഓരോരുത്തരെ അങ്ങ് ഓരോ കോണിലങ്ങ് സ്ഥാപിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ ഇടങ്ങളിൽ അങ്ങനെ വരുന്നവരൊക്കെ കുത്തുബാണ്, വരുന്നവരൊക്കെ മുദബ്ബിറുകളാണ്, എല്ലാവരും എല്ലാം നിയന്ത്രിക്കുകയാണ്. അതേ ഇവിടെ തന്നെ ഈ മഞ്ചേരിക്കടുത്തല്ലേ തൃപ്പനച്ചി എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ളയാളെ കുറിച്ച് വരെ ഇവർക്ക് ഇതേ വിശ്വാസം തന്നെയാണ്. അവിടെ ഏതായാൾ ആ തൃപ്പനച്ചി കുന്നിൻ്റെ മുകളിൽ 2 കൊടിമരം നാട്ടിയിട്ടുണ്ട്. ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലുള്ള കൊടിമരം, മറ്റൊന്ന് റിഫായി ശൈഖിന്റെ പേരിലുള്ള കൊടിമരം. അത് മുഹീദ്ദീൻ ശൈഖ് ഹാജറായിട്ടാണത്രേ ഈ മുഹമ്മദ് മുസ്ലിയാരോട് പറഞ്ഞത്, എൻ്റെ പേരിൽ കൊടി നാട്ടണം. റിഫായി ശൈഖും അവിടെ ഹാജറായി. അവിടെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും എല്ലാവരും ഇങ്ങനെ വരികയാണത്രേ മൂപ്പരുടെ അടുക്കൽ. അവരുടെയൊക്കെ നിർദ്ദേശമനുസരിച്ചാണത്രേ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ പണി അങ്ങനെ പ്രധാനപ്പെട്ട രൂപത്തിൽ അതിൻ്റെ പണി അങ്ങനെ നടക്കുമ്പോ ഈ തൃപ്പനച്ചി മുസ്ലിയാർ എന്താണ് എഴുതിയത്? ഈ തൃപ്പനച്ചി മുസ്ലിയാർ എന്ന പേരിലുള്ള പുസ്തകത്തിൽ നമുക്ക് കാണുന്ന കഥ എന്താണ്? അയാൾ പറഞ്ഞുവത്രേ, നമ്മുടെ ഈ 2 കൊടിമരത്തിൻ്റെ പണിക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഹജ്ജിനേക്കാൾ കൂലിയുണ്ട്. തൃപ്പനച്ചിയിലെ കൊടിമരത്തിൻ്റെ പണിക്ക് പങ്കെടുക്കുന്ന തൊഴിലാളിക്ക്, അതിൽ പങ്കുചേരുന്നവർക്ക് ഹജ്ജിനേക്കാൾ കൂലിയുണ്ട്. ഈ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്നതിനെ പോലെയാണ്. മാത്രമല്ല ഇവിടെയുള്ള കിണറ്റിൽ നിന്നുള്ള വെള്ളം അത് സംസം വെള്ളത്തോട് ഒക്കുന്ന വെള്ളമാണ്. എല്ലാം അതായി. ചിലപ്പോൾ പറയും ഇതൊരു ബാഗ്ദാദാണ്, ഇറാഖിലെ ജീലാനിയുടെ ബാഗ്ദാദ് കഴിഞ്ഞാൽ 2ാം ബാഗ്ദാദ് ഇതാണ്. ഇങ്ങനെ പറയും തലക്ക് സുഖമില്ലെങ്കിൽ. അങ്ങനെ പലതും ഓരോരുത്തരും അങ്ങനെ സൂഫി ചമഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്രയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇനി ഹജ്ജിന് പോകണോ? അതേ ഹജ്ജിനേക്കാൾ കൂലി. വേറൊരാൾ പറഞ്ഞപ്പോൾ അത് 10 ഹജ്ജിനേക്കാൾ കൂലി എന്നാക്കിയിട്ടുണ്ട്, അത് അയാളുടെ വക കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കറാമത്തുകൾ എന്ന പേരിൽ മനുഷ്യരുടെ മുമ്പിലേക്ക് ഓരോരുത്തരുടെ പേരിൽ അങ്ങ് തട്ടിവിടുമ്പോ മുജാഹിദുകൾ സമൂഹത്തെ ബോധവാന്മാരാക്കിയപ്പോൾ പണ്ട് പേരോട് നാദാപുരത്ത് വെച്ച് ഖണ്ഡനത്തിൽ വെച്ച് പല കാര്യങ്ങളും പഠിച്ചതിൻ്റെ ബാക്കി ഇപ്പോഴും മൂപ്പരങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മൂപ്പര് സ്റ്റേഷൻ വിട്ടിട്ടുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം തന്നെ. പക്ഷേ നിങ്ങൾ പൂർണ്ണതയിലെത്തണം. അത് നിങ്ങളുടെ പരലോകത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ പറയുന്നു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് മടവൂരെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫറാണെന്ന് പറയുന്നു. അതേപോലെ കാര്യങ്ങളങ്ങ് മനസ്സിലാക്ക്. ഈ വിധത്തിലുള്ള കറാമത്തുകളെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. ഹജ്ജിന്റെ കൂലി കിട്ടും. എവിടെ? ഈ 2 സഫാ മർവക്കിടയിൽ നടന്നതിന്റെ കൂലി കിട്ടും. കൊടിമരത്തിന്റെ ചുറ്റും കൊടിമരത്തിന്റെ അപ്പുറവും ഇപ്പുറവും നടന്നാൽ അതേ അതിന്റെ പണിക്ക് പങ്കെടുത്തവർക്ക് ആ കൂലിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹി കെട്ടിട്ട് പേരോടിന് പോലും സഹിച്ചില്ല. പേരോട് അതിനെ വിമർശിക്കുന്നതെന്ന് കേട്ടു നോക്കൂ.
വിവരമില്ലാത്തവര് പറയുന്നത് കേൾക്കരുത്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു, ക്ലിപ്പിലാണ് കേട്ടത്. അതിലൊരു ചങ്ങാതി പറയാണ്, സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്ത് പോയിട്ട് നമ്മുടെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നതെന്നറിയോ? ഒരു സ്ഥലത്തുണ്ട് ഒരു കൊടിമരം. ആ കൊടിമരത്തിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സഫാ മറുവന്റെ ഇടയിൽ സൈ ചെയ്ത മാതിരിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാൾ പ്രസംഗിക്കുകയാണ്, അവിടെ പോയിട്ടിങ്ങ് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാ. ഏത് തോന്നിവാസവും പ്രസംഗിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട് ഇവിടെ. അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ ഏത് തോന്നിവാസവും പ്രസംഗിക്കുന്ന ചില വ്യാജന്മാരുണ്ട് ഇവിടെ. അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. വെരി ഗുഡ്, 100 മാർക്ക്. നാദാപുരത്തെ ഓർമ്മയാണ്. ഇനിയും നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ ഓരോന്നിങ്ങനെ നിങ്ങൾ പഠിച്ചു വരണം. അത് പഠിച്ചു വന്നാൽ നിങ്ങളെ സീറ്റ് ഇവിടെയാണ്, നമ്മളെ തൊട്ടടുത്തുണ്ടാവും. നിങ്ങൾ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വരണം. അങ്ങനെ ഓരോന്ന്. ഇപ്പൊ മൂപ്പരിക്കത് സഹിക്കണില്ല. അതെന്താ മൂപ്പരിക്കത് സഹിക്കാത്തത്? അത് പറ്റണില്ല. അതൊന്നും പറയരുത്. അതൊക്കെ തോന്നിവാസം എന്തും വിളിച്ചു പറയാനായിട്ടുണ്ട്. ഇതൊന്നും സുന്നത്ത് ജമാഅത്തല്ല. എന്തേ അത് സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതിന്റെ കാരണം ഇങ്ങ് പറ. നിങ്ങൾ പറയുന്ന സുന്നത്ത് ജമാഅത്തുണ്ടല്ലോ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സുന്നത്ത് ജമാഅത്തുണ്ടല്ലോ, അതിനെന്ത് വിരുദ്ധമായിട്ടുള്ളതാണ് അപ്പറഞ്ഞ കറാമത്തിലുള്ളത്? അതൊന്ന് വ്യക്തമാക്ക്. ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ മാലകളിൽ എന്തൊക്കെയാണുള്ളത്? നിങ്ങളുടെ മൗലിദുകളിൽ എന്തൊക്കെയാണുള്ളത്? റൂഹിന്റെ കൊട്ട തട്ടിപ്പറിച്ച മലക്കുൽ മൗത്തിന്റെ കഥ നിങ്ങൾ മാലപ്പാട്ടുകളിലില്ലേ? മുൻകർ നക്കീറിന്റെ കയ്യിൽ നിന്ന് ഖബറിൽ ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ വടി പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയ ചരിത്രം നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതേപോലെ തന്നെ എത്ര കാര്യങ്ങളാണ് അംഗീകരിക്കുന്നത്. ആ മാലപ്പാട്ടുകൾ ആദ്യം കൊണ്ടുപോയി ചുട്ടരിക്ക്. ആ മൗലിദ് കിതാബുകൾ കൊണ്ടുപോയി ചുട്ടരിക്ക്. നിങ്ങളുടെ സ്വപ്ന കഥകളൊക്കെ കുത്തി നിറച്ചിട്ടുള്ള എല്ലാം കൊണ്ടുപോയി ചുട്ടരിക്ക്. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നുണകളാ നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നം കണ്ടു എന്ന് ഉറപ്പിക്കണമെങ്കിൽ പേരോട് മുസ്ലിയാർ പറയുന്നത് എന്താണ്? അതൊന്നുകിൽ സഹാബിമാര് കാണണം. കാരണം അവർക്ക് നബിയെ കുറിച്ച് സംശയമില്ലല്ലോ. അപ്പൊ സഹാബിമാര് കണ്ടത് നബിയാണെന്ന് ഉറപ്പിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തൊരു കൂട്ടരും കണ്ടാൽ ഏകദേശം ഉറപ്പിക്കാം. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപവും ആകൃതിയും നിറവും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചും പ്രമാണങ്ങളിൽ വന്നത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കണ്ടെങ്കിൽ അതും നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അത് രണ്ടുമല്ലാത്തവരുടെ സ്വപ്നങ്ങളൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. കാരണം ശൈത്താനാകാം കേട്ടോ. നബിതങ്ങളെ കോലത്തിൽ അതേ ശൈത്താന് അള്ളാന്റെ റസൂലിന്റെ ഒറിജിനൽ രൂപത്തിലേ വരാതിരിക്കുകയുള്ളൂ. വേറെ ഏതെങ്കിലും കോലത്തിൽ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണെന്ന് പറയാൻ ശൈത്താനിന് പറ്റും എന്നാണ് പേരോട് എത്തി നിൽക്കുന്നത്. അതോടുകൂടി കാറ്റൊഴിഞ്ഞു പേരോടെ നിങ്ങളുടെ എല്ലാം മുറിഞ്ഞുപോയി. നിങ്ങളുടെ മാലപ്പാട്ടുകൾ, നിങ്ങളുടെ ദർഗകൾ ഒക്കെ ഓരോരുത്തരെ സ്വപ്നമാണ്, ഓരോരുത്തരുണ്ടാക്കിയ സ്വപ്നമാണ്. മർക്കസിന്റെ തറക്കല്ലിടാൻ വരെ വന്നൊരു സ്വപ്നോത്തര നിർദ്ദേശപ്രകാരമല്ലേ? പൊളിച്ചു കളയൂ അടിത്തറ. അതേപോലെ തന്നെ ഓരോന്ന് ഏതൊക്കെ ദർഗകളുണ്ടോ, ഏതൊക്കെ മക്കാമുകളുണ്ടോ, ഒക്കെ കിനാ കണ്ടതല്ലേ, ഒക്കെ സ്വപ്നം കണ്ടതല്ലേ, ഒക്കെ പലരും വന്നതല്ലേ? ശൈത്താനാണ് കേട്ടോ. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ച പേരോട് മുസ്ലിയാരെ, നിങ്ങൾ ഇനിയും കാര്യങ്ങൾ നന്നായി പഠിക്കണം. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ പേരോട് ഇതിനെ എതിർത്തപ്പോ നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനായ കാസിമിക്ക് സഹിച്ചില്ല. കാസിമി പറയാണ്, ചിലർക്ക് ഇപ്പൊ അത് ദഹിക്കണില്ല. കാസിമി ഒന്ന് വന്നോട്ടെ, അടുത്ത നാട്ടുകാരനല്ലേ, ഒന്ന് പറയാതെ പോയാൽ, അയാൾ ഇവിടെ ഒന്ന് വരാതെ പോയാൽ മോശമല്ലേ? അതുകൊണ്ട് പേരോടിന് മറുപടി കൊടുക്കുന്നത് കേൾക്കണോ? ആരാ മറുപടി കൊടുക്കുന്നത്? ഹുസൈൻ സലഫി അല്ല, കാസിമി എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത നാട്ടുകാരൻ കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഇടയ്ക്കിടയ്ക്ക് ചില കമന്റുകൾ എനിക്ക് പറയാനുമുണ്ട്.
എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഒതുങ്ങണ കറാമത്ത് പറഞ്ഞാൽ മതി എന്നാണ് കുറച്ച് അഭിനവ സുന്നികളായ മൊത്തേക്ക് നോക്കിയപ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേളന്മാരായ അവിടെ നിൽക്കട്ടെ. മൂപ്പര് പറയണ തുടക്കത്തിൽ പറയണ ആദ്യം പറയില്ല, അല്ലെങ്കിൽ പിന്നെ മറന്നു പോവുള്ളൂ. മൂപ്പര് പറയണേ ഇവിടെ ഇപ്പം ചില വയലന്മാരുണ്ട്, ഒതുങ്ങണ കറാമത്തെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത കറാമത്തൊന്നും ജനങ്ങളോട് പറയരുത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈമാൻ പോയി പോകും. ഞാൻ വരെയൊക്കെ കാണാതിരിക്കും, ഇവിടെ കാണുന്നു പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അത്ര വൃത്തികെട്ട സാധനങ്ങളാണ്, വിഡ്ഢികളാണ്. അതുപോലെ തന്നെ എന്തൊക്കെ അയാൾക്ക് പറയുള്ളത് അതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ തുടർന്ന് കേൾക്കുക, അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അയാളുടെ ഓരോ വാചകങ്ങളുടെയും കേൾക്കൂ നിങ്ങൾ. ഞാൻ വല്ലാതെ പുറത്തിറങ്ങാൻ തന്നെ ഇവരെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ വിട്ട് കിടക്കുക. നമുക്കിങ്ങനെ ഒതുങ്ങുന്ന കറാമത്ത് എത്രയാണ് ഒതുങ്ങണെന്ന് ഇപ്പൊ ഞാൻ കുറെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒതുങ്ങുന്ന കറാമത്ത് എന്താണ്, അതിന് മറുപടി. ഒതുങ്ങണ കറാമത്ത് ഏതാന്ന് ഞാൻ കുറെ കാലമായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇവരോട്ട് പറയണില്ല. ഇവരുടെ സങ്കടം അതാണ്. ഒതുങ്ങണ കറാമത്തെ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ പേരോട് സഖാഫി, അലവി സഖാഫി, അതുപോലെ തന്നെ തെക്കൻ നാട്ടിലുള്ള വേറൊരു സഖാഫി, പല സഖാഫിമാരും അങ്ങനെ പറയുന്നത് ഒതുങ്ങണ കറാമത്തെ പറയാവൂ. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് ഒതുങ്ങണ കറാമത്ത് ഏതാണ്? ഈ സാധനങ്ങളുടെ മുഖത്തേക്ക് വരെ നോക്കാൻ എനിക്ക് മടിയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലില്ല, അത്ര വൃത്തികെട്ട മോന്തയാണെന്ന് ഇയാൾ പറയുന്നത്. കേട്ടോളൂ തുടർന്ന്. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും. കേട്ടില്ലേ ഒരു തിരിമറി ഉണ്ടല്ലേ? തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ചിട്ട് ഔലിയാക്കളിൽ രാജകളി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഈ തൃപ്പനച്ചിയിൽ. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താ? ഹജ്ജിനേക്കാൾ കൂലി എന്നാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ആ പുസ്തകത്തിൽ, അയാളെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഈ കൊടിമരത്തിന്റെ പണിക്ക് പങ്കെടുക്കുന്നവർക്ക് ഹജ്ജിന്റെ ഹജ്ജിനേക്കാൾ കൂലി കിട്ടും. ഈ കൊടിമരത്തിന്റെ പണിക്ക് പങ്കെടുക്കുന്നവർക്ക് ഹജ്ജിനേക്കാൾ കൂലി കിട്ടും. സഫാ മർവക്കടയിൽ നടക്കുന്ന കൂലിയാണ് ഈ 2 കൊടിമരത്തിന്റെ ഇടക്ക് നടക്കുന്നത്. അത് ഈ കാസിമിയുടെ അടുത്ത് എത്തിയപ്പോ എന്തായി? 10 ഹജ്ജായി മാറി. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മൂപ്പര് പറയുന്നത് ഒരു ഹജ്ജൊന്നുമല്ല, 10 ഹജ്ജിന്റെ കൂലിയാണ് അവിടെ കിട്ടുക എന്നാണ്. അവിടെ ആ കൊടിമരത്തിന്റെ പണിക്ക് പങ്കെടുത്താലെന്ന് അവിടെ എത്തിയപ്പോ മൂപ്പര് 10 ആക്കി. ഇനി തുടർന്ന് കേൾപ്പെടുത്തി വെച്ച് പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിപ്പോ എന്താ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് നാരങ്ങക്കട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകൽ നിൽക്കൂല. അപ്പൊ നമ്മളെ പറയണതല്ലാന്ന് ഉറപ്പായില്ലേ? പറയണത് പറഞ്ഞ ഈ സുന്നികൾക്ക് ആരെ പേരോടക്കമുള്ള ഒരുപാട് സഖാഫികള്, ഒരുപാട് വയളന്മാര്, ഇവർക്കൊക്കെ വയറിളക്കം പിടിച്ചിരിക്കുകയാണ് ഇപ്പോ. അവരുടെ വയറിളക്കം നാരങ്ങക്കട്ടം കുടിച്ചോണ്ടൊന്നും മാറൂല എന്നാ മൂപ്പര് പറയണേ. നീ പറയട്ടെ. പണ്ടത്തെ മൊയ്തീൻ ഷേഖല്ല, ഇപ്പോഴത്തെ മൊയ്തീൻ ഷേഖ് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടിയ ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിഞ്ഞാന്ന് വെച്ചുപോയാണ്. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നാണ് ഈ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നി വേളന്മാർ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്നും പറയാൻ വിചാരിച്ചല്ല, പക്ഷെ ചില നേരത്തെ പറഞ്ഞു പോകും. ഞാൻ അങ്ങനെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകണതാണ്. എന്തപ്പോ ചുരുക്കം പറഞ്ഞത്? ഈ വർഗത്തെ എനിക്ക് മോത്തുക്കന്നെ നോക്കാൻ തോന്നുന്നില്ല. പൊരിന്ന് ഞാൻ ഇറങ്ങലില്ല. ഈ വൃത്തികെട്ടവന്മാരെ കാണാൻ പറ്റില്ല. നോത്തുക്കൊക്കെ ഈമാൻ പോകുന്നു. ആരെയാ പറയുന്നത്? ഇത് ഞങ്ങളാരെയും കുറിച്ച് പറഞ്ഞതല്ല. അതാ പാളയത്തിൽ പഠാന്ന് പറഞ്ഞത് ഈ ഫാമിലി കോൺഫറൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ഈ അധ്വാനിച്ച് ആരോഗ്യം നശിപ്പിച്ച് എല്ലായിടങ്ങളിലും ഈ എല്ലാ അർത്ഥത്തിലും അധ്വാനങ്ങൾ ചെലവഴിച്ച് ഇതുപോലെ പരിപാടികൾ വെക്കുന്നതിൻ്റെ ഗുണാണ് ഈ പറയുന്നത്. സമൂഹത്തിലെ അവരുടെ ആളുകൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവാണ്. അവരിൽ നിന്ന് തന്നെ ഇതിനൊക്കെ എതിരെയുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ അങ്ങേയറ്റത്തെ വിരൽ പിടിക്കുകയാണ് ഇയാളെ പോലെയുള്ള ആളുകൾ. ആ വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. പിന്നെന്താ പറഞ്ഞിരുന്നറിയോ? പിന്നെ പറയുന്നത് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരോട് ഒരാൾ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു അത്രേ, ദുആ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. അപ്പം മൂപ്പര് പറഞ്ഞു എന്ത്? ഇന്ന് ഇവിടെ അല്ല ദുആ, ഇന്ന് പട്ടിക്കാട് സമ്മേളനമാണ്. പട്ടിക്കാട് സമ്മേളനത്തിന് പോയാൽ 1 മാസത്തെ ദോഷം പൊറുക്കും. ജാമിയ നൂരിയുടെ സമ്മേളനത്തിന്, പട്ടിക്കാട് സമ്മേളനത്തിന് പോയാൽ 1 മാസത്തെ ദോഷം പൊറുക്കും. അതിൻ്റെ സമാപന സമ്മേളനത്തിന് പോയിക്കോ, അവിടെ ഹിളിർ നബി അന്ന് വരുന്നത്.
ഖിളിർ നബി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പട്ടിക്കാട്ടിക്ക് എന്തായാലും മൂപ്പര് വിടും എന്നാണ്. തീർന്നില്ല, അത് വേറൊരു മുസ്ലിയാക്കന്മാരുടെ കഥ നോക്കിയാൽ നിങ്ങൾ. പുസ്തകത്തിൽ പറയണത് എന്താ? പുസ്തകത്തിൽ പറയുന്നത് 1 മാസത്തെ ദോഷം പൊറുക്കുന്നാണ് പട്ടിക്കാട് പോയാൽ. അതങ്ങോട്ട് മുസ്ലിയാക്കന്മാരെ അടുത്തേക്ക് എത്തുമ്പോൾ, ഇപ്പം കാസിമിയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു ഹജ്ജ് 10 ഹജ്ജായതുപോലെ ഇനി ഒരു ഹുദവി ഉണ്ട് പറയണ ഈ കറാമത്ത്. ഒരു ഹുദവി ഇത് പറയുമ്പോൾ അയാളുടെ അടുത്ത് എത്തുമ്പോൾ അതൊരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന. ശ്രദ്ധിച്ച് കേട്ടോളിൻ. ഒരാക്കോടുകാരൻ ഒരു ഹുദവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ ഇതേ കാര്യം. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനം ഉണ്ടാകുമ്പോൾ എല്ലാ കൊല്ലവും അവിടെ പോകും. എല്ലാ കൊല്ലവും മഹാനവറുകൾ പറഞ്ഞില്ലേ, മക്കത്തുനിന്നൊരു പ്രകാശം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഏതാണ് അതിന്റെ വ്യാഖ്യാനം നൽകപ്പെട്ടത്? അതിന്റെ ശേഷമാണ് ജാമിയയുടെ നിർമ്മാണം നടന്നത്. ജാമിഅ നൂരിയയുടെ നിർമ്മാണം നടന്നത്. എല്ലാ കോളും പട്ടിക്കാട് പോകും. ഇവിടെ ദിക്കറടക്കുന്ന ദിവസമാണെങ്കിലും പട്ടിക്കാട് ജാമിഅ സമ്മേളനം ഉണ്ടായ പറയും പട്ടിക്കാട്ട് പോയിക്കോളി, അവിടെ പോയിക്കോളി, പട്ടിക്കാട് പോയിക്കോളി. ഇന്ന് ഇവിടേക്കല്ലേ പറയണ്ടേ, പട്ടിക്കാട് പോയിക്കോളി. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ 1 കൊല്ലത്തെ ദോഷം പൊറുക്കും. പുസ്തകത്തിലുള്ളത് എന്താ? 1 മാസം. മുപ്പരവക കുറെ കൂട്ടി. പിന്നെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അതാ മക്കത്ത് നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടിട്ടുണ്ട്, അതിവിടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ ജാമിഅ നൂരിയൊക്കെ തറക്കല്ലിട്ടത്. ആരാടോ തറക്കല്ലിട്ടത്? ആരാത് സ്ഥാപിച്ചത്? നിങ്ങൾ ഇന്ന് കള്ള തരീക്കത്തുകാരനാണെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച നൂരിഷാ തരീക്കത്തിന്റെ ആളുകൾ സ്ഥാപിച്ച സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ. ആ ലൈറ്റ് പിന്നെ എന്തിനാ നിങ്ങൾ കെടുത്തിയത്? അവിടുന്ന് വന്ന പ്രകാശം പിന്നെ നിങ്ങൾ എന്തിനാ തല്ലിക്കെടുത്തി അവരെ പുറത്താക്കിയത്? തോന്നിവാസങ്ങൾ ഓരോന്ന് വിളിച്ചു പറയാ. ചരിത്രം ആർക്കും അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഈ വിധത്തിലാണ് നിങ്ങളുടെ കറാമത്തിന്റെ കോലം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ പട്ടിക്കാട്ടിക്ക് പോകാൻ ഇയാൾ പറയാൻ എന്താ കാരണം? 1 കൊല്ലം ദോഷം പൊറുക്കുന്നു. അപ്പൊ മറ്റേയാൾ പറയുന്നത്, മറ്റേ ഉസ്താദ് പറഞ്ഞത് എന്താ? അവിടെ ഖിളിർ നബിയാണ് വരുന്നത്. ഖിളിർ നബി ഇപ്പൊ എല്ലായിടത്തും വരികയാണ്. എന്താ നമ്മുടെ കേരളക്കാരെ ഭാഗ്യം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് വരും, ഖിളിർ നബി വരും, ഇബ്രാഹിം നബി വരും. ഈ തൃപ്പനച്ചി കുന്നുമ്മ ഇബ്രാഹിം നബിയുടെ നിർദ്ദേശപ്രകാരമാണത്രേ ആ കൊടിമരം സ്ഥാപിച്ചത്. അവിടെ എല്ലാ അമ്പിയാക്കന്മാരും വന്നു, എല്ലാ ഉലിയാക്കന്മാരും വന്നു, എല്ലാ തങ്ങന്മാരും വന്നിട്ട് തൃപ്പനച്ചി മഅമൂലിയരോട് പറഞ്ഞു കൊടിമരം സ്ഥാപിക്കണം, കൊടിമരം സ്ഥാപിക്കണം. അങ്ങനെ ഇബ്രാഹിം നബി വന്നു, എല്ലാവരും വന്നു. ഇതൊക്കെ വന്നൊരു രാജ്യപ്പ നമ്മുടെ കേരളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ഇടക്കിടക്ക് ഇടക്കരയിൽ വന്നു. സ്റ്റേജും വലി ശംസുൽ ഉലമ പ്രസംഗിക്കുമ്പോൾ അവിടെ തന്നെ വന്നിരുന്നു. ഖാസിമി പറയുന്നത് അന്നൊന്നും അല്ല, തലേന്ന് തന്നെ മൂപ്പര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ആലുവയിലോ ആലപ്പുഴയിലോ ഒരു പള്ളിയിൽ ഒരാൾ പാട്ട് പാടുമ്പോൾ ആരും ഇല്ലത്ര കേൾക്കാൻ. അപ്പോൾ ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് പറഞ്ഞു, ആരും ഇല്ലാച്ചിട്ട് വിഷമിക്കണ്ട, ഞാൻ ഉണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞ് മുത്തുനബി വന്നിട്ട് പറയണ്, നിന്റെ പാട്ട് കേൾക്കാൻ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എല്ലാവരെ കുറിച്ചും നോണ പറയുന്നൊരു വിഭാഗമായി ഈ സമൂഹം അതപ്പതിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഇതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കരുത് നമ്മൾ. അതിനൊക്കെ എത്ര വലിയ വിവേഴ്സാണ് കിട്ടുന്നത്. ഇപ്പതാ അടുത്തൊരു ദിവസം ഖിളിർ നബിനെ നേരിട്ട് കണ്ടൊരു ഉപ്പാപ്പ വന്നിരിക്കുന്നത്. ഖിളിർ നബിനെ നേരിട്ട് കണ്ടൊരു ഉപ്പാപ്പാനെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് ബ്ലോഗർമാരൊക്കെ. എത്രായിരം ആളുകളാണ് അതൊക്കെ കണ്ടിട്ട് അയാളോട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളെ കുറിച്ച് അതാ കേട്ടോളൂ നിങ്ങൾ. അയാൾ ഇപ്പതാ ഇവിടെ അടുത്തൊരു സ്ഥലത്ത്, ഇവിടെ തിരുവനന്തപുരം അടുത്ത് എവിടെയോ കാഞ്ഞിരപ്പള്ളി എവിടെയോ ഉണ്ട്. അപ്പോൾ അയാളിപ്പോൾ ഖിളിർ നബിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ വല്ലാതെ ആളുകൾ പോകുന്നത്. അതൊന്ന് കേട്ടോളൂ അയാളുടെ വർത്തമാനം, അയാളുമായിട്ടൊരാൾ സംസാരിക്കുന്നത്. ഞാൻ ഉപ്പാപ്പ അല്ലെങ്കിൽ ഈ മഹാനവറുകൾ ഖിളിർ നബി അലൈഹിസ്സലാമിനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ മുസാഫത്ത് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പറഞ്ഞോളി. ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എങ്ങനെയാണ്, എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ കണ്ടത്? 16 വയസ്സുള്ള. നിങ്ങൾക്ക് 16 വയസ്സുള്ളപ്പോൾ ആ, എങ്ങനെയാണ് അതിൻ്റെ ഒരു മഴയത്ത് ഇങ്ങനെ നടന്നു വന്നു. ഒരു പറഞ്ഞാൽ നടന്നങ്ങനെ വന്നാൽ ഒരു പള്ളിയുടെ അങ്ങോട്ട് പോയത്. ഏതായാലും ആളെ കണ്ടല്ലോ, ബാക്കി ഞാൻ പറഞ്ഞുതരാം, സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും അയാളെ കണ്ടില്ലേ? ഇയാളിപ്പോൾ ഖിളിർ നബിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ ഇയാളിങ്ങനെ മഴയത്ത് കുടയും ചൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു നീളമുള്ള ഭയങ്കര വയസ്സുള്ള വളരെ പ്രായമുള്ള ഒരാൾ വന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അയാൾ എൻ്റെ കുടയിൻ്റെ ഉള്ളിൽ ഞാൻ കയറ്റി. അപ്പോൾ എന്താ ആദ്യം കണ്ട കറാമത്ത്? ഈ പെരും മഴയത്ത് നടക്കുന്ന അയാളുടെ ഡ്രസ്സൊന്നും നനഞ്ഞിട്ടില്ല,
ഒന്നും നനഞ്ഞിട്ടില്ല, നല്ല നീളമുണ്ട്, നല്ല പ്രായമുണ്ട്. അങ്ങനെ അയാളെ കുടയിലൊക്കെ കയറ്റി അയാൾ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കാലൊക്കെ കഴുകി കൊടുത്ത് പള്ളിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ മൂപ്പരൊരു ചക്രം കൊടുത്തു എന്നാണ്. ഒരു ചക്രം കൊടുത്തു, ഒരു നാണയം, ഒരു പഴയ നാണയം കൊടുത്തു. ആ നാണയം എന്നിട്ട് എന്ത് ചെയ്തു, 2 നാണയം കൊടുത്തു. ഒരു നാണയം മൂപ്പര അടുത്തുള്ളൊരു കച്ചവടക്കാരന് കൊടുത്തു. അയാൾ കച്ചവടമൊന്നും ഇല്ലാതെ പൊളിഞ്ഞ് പാളീസായി ഇരിക്കുകയായിരുന്നു. ആ നാണയം അയാൾക്ക് കിട്ടിയതിൻ്റെ ശേഷം അയാൾ ഭയങ്കര മുതലാളിയായി. മൂപ്പർക്ക് കിട്ടിയ ചക്രം ഒന്നും ആയിട്ടില്ല. അതപ്പോൾ മൂപ്പര് ഇനി ചക്രം ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. ഈ ചക്രം ഇനി മൂപ്പരുണ്ടാക്കേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ ഇതും വെച്ചുകൊണ്ട്. 2 നാണയമുണ്ട്, 1 മൂപ്പരടുത്തുണ്ട്. മൂപ്പര് ഇതുകൊണ്ടൊന്നും ഒരിക്കലും കര കയറിയിട്ടില്ല. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മൂപ്പരെന്താ പിന്നെ അവസാനം പറയുന്നതെന്നറിയോ? എങ്ങനെ ഖിളിർ നബിയാന്ന് മനസ്സിലായത്? ഞാൻ ഷൈക്കൻ്റെ കൊടുത്ത് വലത്തെ കൈ പിടിച്ച് നോക്കുമ്പോൾ വലത്തെ തള്ള വരലുമ്പോൾ എല്ലില്ല, പഞ്ഞി പോലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഖിളിർ നബിയാണ്. കൈ കൊടുത്ത് നോക്കുക എല്ലാവരും ഇവിടെ വിരലുമ്മൽ പെരുവിരലുമ്മൽ എല്ലില്ലേ, എന്നാ ഖിളിർ നബിയാണെന്ന്. ഇങ്ങനെ ഖിളിർ നബി ഇങ്ങനെ വീടാന്തരം കയറുക, കഞ്ഞി കുടിക്കുക, ചോറ് തിന്നുക, മൗലിദ് സദസ്സിൽ പങ്കെടുക്കുക, ഇവരോട് ഉപദേശങ്ങൾ പറയുക, ഇവർക്ക് ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുക, ഇവർക്ക് കറാമത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഒരാളായിട്ട് ലോകത്ത് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാരാ പറഞ്ഞത്? ഈ വിധത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസ് ഖിളിർ നബി അലൈഹിസ്സലാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ആയത്തോ അതല്ലെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസുകളോ നമുക്ക് കാണാൻ സാധ്യമേ അല്ല. പിന്നെ പറയുന്ന പല ഉദ്ധരണികളും ഹദീസ് എന്ന പേരിൽ പറയുന്നതൊക്കെ എന്താണ്? അങ്ങേറ്റത്തെ ദുർബലമായ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പണ്ഡിതന്മാരവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് എത്രയോ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ ആദർശത്തിൽ എല്ലാവരും മരിച്ചു പോകും. മരിക്കാതെ ആകാശലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുകയും ഇനി അവസാന കാലത്ത് നമ്മിലേക്ക് ഇറങ്ങി വരികയും ചെയ്തുകൊണ്ട് ഇവിടെ ഈ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. വേറെ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, എവിടെയും ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനൊക്കെ ഒരുപാട് ആളുകൾ അതിനെ പിന്തുണക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും അവരോടൊക്കെ ഉപ്പാപ്പാ നിങ്ങൾ ഖിളിർ നബിനെ കണ്ട ആളല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടാനുമൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു എന്നാണ് ഞാൻ എനിക്ക് ആവർത്തിച്ച് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്. അതിനാണ് ഇവിടെ നേരത്തെ ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു കുടുംബത്തിൽ ആദ്യം ശരിയാവേണ്ടത് ഈ വിശ്വാസ രംഗത്തുള്ള വിശുദ്ധിയാണ്. ചില കാര്യങ്ങളിലേക്കുള്ള സൂചനകളെ ആ മേഖലയിൽ ഞാൻ നൽകിയിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് നമ്മൾ കൃത്യമായി ആദർശം ഉൾക്കൊള്ളുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കണം. നേരത്തെ ഇവിടെ കേട്ടുകഴിഞ്ഞില്ലേ 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരം ഇന്ന് രോഗികളായാൽ നിസ്കരിക്കാത്തൊരു പരിപാടിയാണ് ലോകത്ത് പലപ്പോഴും ഉള്ളത്. നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നിസ്കാരമില്ല, അതിന് തയമ്മും ചെയ്യണ്ടേ, അതിനിപ്പം മണ്ണ് വിടുന്ന. അതുപോലെ തന്നെ 100 കൂട്ടം സംശയങ്ങൾ. രോഗികൾക്കുള്ള ഇളവുകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല, താല്പര്യമില്ല, അവർക്ക് മനസ്സ് വരുന്നില്ല. ഹോസ്പിറ്റലുകളിൽ അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആളുകൾക്കും നിസ്കാരമില്ല. ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു വേള പള്ളിയിലേക്ക് പോയേക്കും, പെണ്ണുങ്ങളാണെങ്കിൽ അവരും നിസ്കാരം ഒഴിവാക്കുന്നു. ആസ്പത്രിയിൽ എങ്ങനെയാ നിസ്കരിക്കുക, അവിടെ ഒന്നും വൃത്തിയില്ല എന്നൊക്കെ പറയും. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അപ്പം തയമ്മും അറിയില്ല. എത്ര സൗകര്യമുള്ള കാര്യമാണ്. ഒരിത്തിരി മണ്ണ് നമുക്ക് കയ്യിൽ അതൊരു പാക്കറ്റിലാക്കി കൊണ്ടുപോയി വെച്ച് അതൊരു കടലാസിൽ അതിൻ്റെ സമയമാകുമ്പോൾ ആ മണ്ണങ്ങ് വിരിച്ച് അതിൽ കൊണ്ട് തയമ്മും ചെയ്യിപ്പിക്കുന്നതിന് എന്ത് തടസ്സമാണ് നമ്മുടെ കൈകളിലുള്ളത്, എന്ത് പ്രയാസമാണ് നമുക്കുള്ളത്. നിൽക്കാൻ കഴിയില്ലേ, ഇരിക്കാൻ കഴിവില്ലേ, കിടന്നുകൊണ്ട് നിസ്കരിച്ചോളോ. നിസ്കാരത്തിന് യാതൊരു വിധത്തിലുള്ള ഇളവുകളും അഥവാ നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് വകുപ്പില്ലെന്ന കാര്യം കുടുംബങ്ങളെ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ അതിന് വേണ്ടി പറഞ്ഞേക്കണം. അതിനു വേണ്ടി
നേരത്തെ വിളിച്ചുണർത്തണം. അതേപോലെ തന്നെ ദിക്റുകളുടെയും ദുആകളുടെയും കാര്യം പ്രഭാതത്തിൽ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരേക്കുള്ള സമയത്ത് നമ്മൾ നിർവഹിക്കേണ്ടുന്ന നൂറുകണക്കിന് ദിക്റുകളില്ലേ, ദുആകളില്ലേ, അർത്ഥം പഠിച്ചു മനസ്സിലാക്കണം, ചൊല്ലാൻ പഠിക്കണം. ഇന്നൊക്കെ എത്ര സംവിധാനങ്ങളാണ് നമ്മുടെ മൊബൈൽ ആപ്പുകളിൽ. അദ്കാറിൻ്റെ ആപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ദുആകളായി. ആരുടെ കയ്യിലാണ് സ്മാർട്ട് ഫോണുകളില്ലാത്തത്? ഓരോ ദുആയും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ പിടിച്ചാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ എത്രയാണെങ്കിൽ നിങ്ങൾക്കത് ചൊല്ലിപ്പഠിച്ചുകൂടെ? പഠിച്ചത് മുഴുവനും ഓരോ ദിവസവും നിലനിർത്തിക്കൂടെ? അങ്ങനെ ഖുർആനിനോടുള്ള ബന്ധം, ഹദീസുകളോടുള്ള ബന്ധം, ദുആകളോടുള്ള ബന്ധം, സ്വലാത്തിനോടുള്ള ബന്ധം, ദിക്റുകളോടുള്ള ബന്ധം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെയാ മനസ്സമാധാനം കിട്ടൽ? അതിനാ ഞാൻ പറയുന്നത്, അത് മനസ്സിൽ തട്ടിപ്പറയണം. അതിന് അർത്ഥം പഠിക്കണം, അതിൻ്റെ ആശയം പഠിക്കണം. റഹ്മാനായ റബ്ബിനോട് പ്രഭാതത്തിൽ പറയേണ്ട പ്രാർത്ഥനകളുണ്ട്, പ്രദോഷത്തിൽ വൈകുന്നേരം പറയേണ്ട പ്രാർത്ഥനയുണ്ട്, ഉണർന്നെഴുന്നേറ്റ ഉടനെ പറയേണ്ടതുണ്ട്, ഉറങ്ങുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയിൽ അവസാന വാചകം ഏതായിരിക്കണം എന്നുവരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണോ? ഇത് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. സക്കാത്തിൻ്റെ കാര്യവും നിസ്കാരത്തിൻ്റെ കൂടെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കണം, എൻ്റെ വരുമാനത്തിന് ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? കറൻസിയുടെ സക്കാത്ത് കൊടുത്തോ? തേങ്ങയുടെ, റബ്ബറിൻ്റെ, കുരുമുളകിൻ്റെ, മറ്റു വരുമാന മാർഗങ്ങളുടെ, നാണ്യവിളകളുടെ സക്കാത്ത് കൊടുത്തോ? കാർഷികോൽപ്പന്നങ്ങളുടെ സക്കാത്ത് കണക്കൂട്ടി കൊടുത്തോ? ഉമ്മമാരെ, നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണം എത്രയാണ്? ബാങ്ക് ലോക്കറുകളിൽ എത്രയാ? വീടിൻ്റെ ഷെൽഫുകളിൽ എത്രയാ? കണക്ക് നോക്കിയിട്ടുണ്ടോ? 85 ഗ്രാമിലപ്പുറമുണ്ടെങ്കിൽ മുഴുവനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, മുഴുവൻ കണക്ക് കൂട്ടിയിട്ട്. അഥവാ 10.5 പവനുണ്ടെങ്കിൽ 11 പവനാണെങ്കിൽ അരപ്പവന് കൊടുത്താൽ മതിയോ എന്ന് ചില പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്. അല്ല, 11 ഉണ്ടോ 11നും കൊടുക്കണം. 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ നമ്മുടേതല്ല, അത് കൊല്ലവും കൊടുക്കണം. ഒരു കൊല്ലം കൊടുത്തില്ലേ ഉസ്താദേ, അങ്ങനെ അത് ക്ലീനായില്ലേ, ഇനിയിപ്പോൾ അതന്നല്ലേ പൊന്ന്, പിന്നെ അടുത്ത കൊല്ലോ എന്തിനാ കൊടുക്കുന്നത്? അങ്ങനെയൊന്നും മസാലയുണ്ടാക്കരുത്. എത്ര കാലം നിങ്ങളുടെ കൈകളിലുണ്ടോ അത് കൊടുക്കാതെ പോയാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ ആര് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൻ്റെ വിരലിലുള്ള ഒരു തരി പൊന്നുണ്ടോ, അത് സമയം വൈകിയിട്ടുണ്ട്, ശരീരം കുറച്ച് ചീർത്തിട്ടുണ്ട്, ഊരാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് കബറിലേക്ക് പോയിക്കോട്ടെ എന്ന് ഒരാളും പറയൂല കേട്ടോ. കത്രിക എടുത്തിട്ട് ഈർന്ന് മുറിച്ചിട്ടെങ്കിലും അത് കട്ട് ചെയ്തിട്ടല്ലാതെ കഫംപുടവയിൽ പൊതിയൂല. പിന്നെ എവിടുക്കായി ഉണ്ടാക്കുന്നത്? ഇത് കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ കണക്ക് കൂട്ടും പെങ്ങളെ, അവരെ നിയന്ത്രിക്കുന്ന ഭർത്താക്കളെ, ഉപ്പമാരെ, നിങ്ങളുടെ വീട്ടിലെ പൊന്നിന്റെ കണക്കെടുക്ക്, അതിൻ്റെ സക്കാത്ത് കൊടുക്ക്. അത് സക്കാത്തിന്റെ വിതരണവും മറ്റു കാര്യങ്ങളുമൊക്കെ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ സക്കാത്ത് സെല്ലുകളും അല്ലാത്ത സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കൊടുത്തേ പറ്റൂ. ആ രൂപത്തിലേ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഹറാമ് കലർന്നിട്ടുള്ള ആരാന്റെ മുതൽ നമ്മുടെ മുതലിൽ കൂടി കലർന്നാൽ അത് പാവങ്ങളുടെ ഹക്കാണ്, അത് മിസ്കീന്മാരുടെ അവകാശമാണ്. അവരുടെ അവകാശം നമ്മുടെ ഭക്ഷണത്തിൽ കൂടി കലർന്നിട്ട് അത് കൊടുത്തു വീട്ടാതെ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാനാണ് ഭർത്താവ് പറയുന്നത്? അത് അവളതാ. അവൾ പറയണ് ഞാനെന്ത് ചെയ്യാനാ, അത് ഇക്കാൻ്റെതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിച്ചാലി കോയാലി കളി കളിച്ചാൽ പരലോക കോടതിയിൽ രക്ഷപ്പെടൂല. ആരാണോ മുതലിൻ്റെ ഉടമ, ആരാണോ
ആരാണോ പൊന്നിന്റെ മാലിക്ക്, ആർക്കാണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്, അയാൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാതിരുന്നാൽ പരലോക കോടതിയിൽ ഇതൊക്കെ നല്ല പ്ലേറ്റ് ലോഹത്തകിടുകളാക്കിക്കൊണ്ട് ചൂട് വെച്ചിട്ട് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും അദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നമ്മുടെ മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലും മുതുകിലുമൊക്കെ അതുകൊണ്ട് പൊള്ളിക്കുന്നു. അയൺ ബോക്സിൽ ഇസ്തിരിയിടുമ്പോ അറിയാതെ എങ്ങാനും ഒരു ചെറുവിരലെങ്ങാനും അയൺ ബോക്സിൽ അങ്ങ് തട്ടിയാൽ എത്ര നീറ്റലാ ഉമ്മാ പെങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത്. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നരകത്തി സഹിക്കാനാകുമോ? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കൂട്ടിവെക്കുന്നത്? നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും ഖബറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങളുടെ പെൺമക്കള്, പിന്നെ നിങ്ങളുടെ ആൺമക്കള്, ഉമ്മ മരിച്ചില്ലേ, പൊന്നവിടെ അവര് തർക്കമായി. അത് ഓഹരി വെക്കുമ്പോ ആണിന് കിട്ടും പോലെ പെണ്ണിനും വേണമെന്ന് ചിലപ്പോൾ പെങ്ങന്മാര് വാശി പിടിക്കുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ തർക്കങ്ങളാണ്. ആർക്ക് വേണ്ടിയായി കൂട്ടിവെച്ചത്? നിങ്ങളുമായി പോയി. ശരിക്കോർത്തോളിൻ. ഇന്ന് പോയിട്ട് ആലോചിക്ക്. എൻ്റെ കയ്യിലുള്ള സ്വർണത്തിനൊക്കെ ഇതേവരെ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ കണക്ക് തീർത്ത് കൊടുത്തിട്ട് അല്ലാ വൈകിപ്പോയതിന് അസ്തഗ്ഫിറുല്ലാഹ്, അതല്ലാത്ത നിലക്ക് രക്ഷപ്പെടാനാകൂല. കാരണം ഇസ്ലാം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ കുറെ പൊന്ന് വാങ്ങിയിട്ടത് വെച്ചല്ലേ, എവിടുന്ന് കിട്ടി? അത് ബാപ്പ തന്നതാണ്, ബാപ്പൻ്റെതാണ്. ആരാ കൊടുക്കേണ്ടത്? ബാപ്പയാണോ? എന്നാ ബാപ്പ കൊടുക്ക്. ആരാണോ ഉടമ അവര് കൊടുക്ക്. അങ്ങനെ സ്ത്രീധനം എന്ന പേരിൽ സ്ത്രീധനമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പൊന്നുകൾ ചോദിച്ചു വാങ്ങി. നേർക്ക് നേരെ ചോദിച്ചു വാങ്ങുന്നവര്, അത്തരത്തിൽ നേർക്ക് നേരെ ചോദിച്ചു വാങ്ങുന്ന കള്ളന്മാര്, അതിനല്ലാത്ത വേറെ ചില സൂചനകളിലൂടെ പറഞ്ഞിട്ട് അനിയത്തിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇക്കാക്കാക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പറയുമ്പോ അതിന് വേണ്ടിയുള്ള സൂചനകളിലൂടെ അങ്ങനെ സ്ത്രീധനം വാങ്ങുന്ന ആ വിധത്തിലുള്ള സ്ത്രീധനം വാങ്ങിയിട്ട് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ടോ? അങ്ങനെ സ്ത്രീധനമായിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുത്തോ? ഡിമാൻഡായി കൊണ്ട് വാങ്ങുന്നത് എന്തും സ്ത്രീധനമാണെന്ന് മനസ്സിലാക്കിക്കോ. അതേപോലെ തന്നെ ആ മേഖലയിലേക്ക് ഇനി അങ്ങോട്ട് കടന്നാൽ, ഇതൊരു ഫാമിലി കോൺഫറൻസ് ആയതുകൊണ്ട് പലപ്പോഴും കുടുംബങ്ങളെ തമ്മിൽ, പലപ്പോഴും ഒരു വീട്ടിൽ ഒരു വിവാഹം നടന്നാൽ പരസ്പരം തെറ്റിപ്പിരിയുന്ന ഒരവസ്ഥ വരുന്നു. കാരണം എന്താ? ഒരേ നിലവാരത്തിൽ ചിന്തിക്കുന്ന മതബോധമുള്ള ആളുകൾ പലപ്പോഴും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നിശ്ചയിക്കണ്ട, പെണ്ണ് കാണാൻ പോണ പോക്കൊന്ന് കാണണ്ടേ? അതേ, ഒരു മിഠായി കട ഒന്നാകെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പേരെന്താ? പെണ്ണ് കാണാൻ പോവുകയാണ്, സമ്മതമർപ്പിക്കാൻ പോവുകയാണ്, ഇഷ്ടപ്പെട്ട മിഠായി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പേര്. പക്ഷേ ലോറിയിലാണ് മിഠായി കൊണ്ടുവരുന്നത്. മിഠായിയുടെ ഗോപുരങ്ങൾ, മിഠായിയുടെ വലിയ അതാണും പെണ്ണും ഒക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് ലോറി നിറക്കുന്നത്. അങ്ങനെ ആ വീട് നിറയെ മിഠായിയുടെ കൂമ്പാരങ്ങളാണ്. ചോക്ലേറ്റുകൾ അവിടെ കുമിഞ്ഞു കൂടുകയാണ്. അതാണിപ്പോ മിഠായി കൊടുക്കാനുള്ള പോക്ക്. ഇത് ഓരോ താത്താടെ കയ്യിലുണ്ട് ഓരോ മിഠായി ഗോപുരം, ഓരോ ചോക്ലേറ്റിന്റെ ഗോപുരം മനോഹരമായി അലങ്കരിച്ച് അത് ഓരോ താത്തയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കിടക്കുമ്പോൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരങ്ങനെ കൊണ്ടുപോകുന്നു. ഒക്കെ എന്താണ്? ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു മിഠായി കൊടുക്കാനാ പോണത്. മിഠായിയുടെ ഗോപുരങ്ങളാ പോണത്. ഏത് ഇബ്ലീസിന്റെ സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? അതിനൊക്കെ നിന്നു കൊടുക്കുകയാണോ? അതിനൊക്കെ അനുകൂലിക്കുകയാണോ? അവിടം തുടങ്ങി പല കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് കല്യാണം അങ്ങ് തീരുമാനിക്കുമ്പോഴേക്ക് പെണ്ണ് കാണൽ സുന്നത്തുള്ളൊരു കാര്യമല്ലേ? അതിന് പെണ്ണ് കാണേണ്ടത് ആരാണ്? കെട്ടാൻ പോകുന്ന ആണാണ് കാണേണ്ടത്. പക്ഷേ പോകുന്നതൊരു കൂട്ടം ആളുകളെ കൊണ്ടാണ്. പെണ്ണ് കാണാൻ പോവുകയാണ്. ആണുങ്ങളൊക്കെ ഒരുപാടുണ്ട്. നിരന്നിരിക്കുന്നവന് മുമ്പിലേക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് ഈ കെട്ടാൻ പോകുന്ന ഇവൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? എടാ ചങ്ങായി, നീയല്ലേ കാണേണ്ടത്? നിനക്ക് കാണാനല്ലേ ഇസ്ലാം അനുവാദം തന്നിട്ടുള്ളത്.
അതൊക്കെ മാറിയിട്ടൊരു കൂട്ടം ആളുകൾ പോകുന്ന ഈ സംസ്കാരം ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? നിർത്തിവെച്ചോളൂ പ്രിയമുള്ളവരെ. അതിനാ ഫാമിലി കോൺഫറൻസ്, അതിനാണ് ഫാമിലിയിൽ ഇത് പറയുന്നത്. ഇതൊക്കെയുണ്ടോ? അതൊക്കെ നിർത്തിവെക്കുക. ഇതൊന്നും നമുക്ക് ചേർന്ന പരിപാടിയല്ല. മാത്രല്ല, വിവാഹം തീരുമാനിച്ചു കഴിയുമ്പോഴേക്ക് തന്നെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് സേവ് ദി ഡേറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതെന്താ? ഞങ്ങളുടെ നിക്കാഹ് ഇതാ ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഡേറ്റ് അങ്ങ് തീരുമാനിക്കുമ്പോഴേക്ക് ആ ഡേറ്റ് ആളുകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അറിയിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അത് അറിയിക്കുന്നതൊരു തകരാറില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഈ പെണ്ണും ചെക്കനും കൂടെ ഏതെങ്കിലും സ്ഥലത്ത്, ഒന്നുകിൽ കാട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ബീച്ചിൽക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവരൊരു ക്യാമറാമാൻ അവരുടെ കൂടെ ഉണ്ടാകും, ഒരു വീഡിയോഗ്രാഫർ. അയാൾ പറയും പോലെ ഇവൾ ആടണം, ഇവൾ ഓടണം, ഇവർ പാടണം, അതുപോലെ തന്നെ ഇവൾ ആക്ഷൻ കാണിക്കണം, ഇവൾ കെട്ടിപ്പിടിക്കണം, ഇവൾ ചുംബനമർപ്പിക്കണം, ഇവൾ കുഴഞ്ഞു നിൽക്കണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് ചെരിയണം, ചുണ്ട് ഇങ്ങനെ പിടിക്കണം, കണ്ണ് ഇങ്ങനെ അടക്കണം. ഈ നിർദ്ദേശമൊക്കെ ഈ വീഡിയോഗ്രാഫറുടെ നിർദ്ദേശം അനുസരിച്ച് അതങ്ങനെ ചെയ്യാണ്. എന്നിട്ടൊരു സ്വകാര്യമായിട്ട് അവൻ കാണണോ? അല്ല, ഇതിവിടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പരസ്യമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവളുടെ സേവ് ദി ഡേറ്റ് പ്രോഗ്രാം അതിങ്ങനെ കാണുക. നിക്കാഹ് കഴിഞ്ഞോരും ഉണ്ട്. കഴിഞ്ഞോരാകുമ്പോൾ പറയും ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞതല്ലേ, പിന്നെന്താ? കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലാടോ? അത് നിങ്ങളുടെ വീട്ടിന്റെ സ്വകാര്യതയിലാടോ? കെട്ടിപ്പിടിക്കലും വാരിപ്പുണരലും ചുംബനമർപ്പിക്കലും മറ്റു കേളികളുമൊക്കെ അത് അവനവന്റെ ബെഡ്റൂമുകളിലാണ്. അത് നാട്ടുകാരുടെ മുമ്പിൽ ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് വെറുപ്പുള്ളൊരു കാര്യം, ഏറ്റവും റബ്ബ് തരുന്ന ഒരു കുട്ടിയുടെ കല്യാണം, ഒരാണിനൊരു പെണ്ണിനെ കിട്ടുന്നു, ഒരു പെണ്ണിനൊരാണിനെ കിട്ടുന്നു എന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെയാണത് അനുകൂലിക്കാൻ പറ്റുക? എന്ത് നടന്നാലും നമ്മളിങ്ങനെ മാറി നിൽക്കുക, എന്ത് നടന്നാലും നമ്മളിങ്ങനെ മാറി നിൽക്കുക. എന്താപ്പം ചെയ്യുക? അപ്പോഴത്തെ കുട്ടികളൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മമാരൊക്കെ പോയി ചിരിച്ചു കൊടുക്കുക, പങ്കെടുക്കുക. പെണ്ണിനങ്ങോട്ട് കൊണ്ടുവരുന്ന കോലം കണ്ടാലോ, അതിങ്ങനെ മേക്കപ്പിനൊക്കെ എത്രയോ സമയങ്ങൾ. അന്നത്തെ നിസ്കാരമുണ്ടോ? ഏത് വിധത്തിൽ നിസ്കരിക്കും? അത് പല ആളുകൾക്കും അന്ന് നിസ്കാരം തന്നെയല്ല. കാരണം 10, 25,000, 50,000 ലക്ഷത്തിൻ്റെ ഒക്കെ പുട്ടിയാണ് അടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പണ്ട് ഉതുടുത്താണ് പോവില്ലേ? ഇതെങ്ങനെ നിസ്കരിക്കാനാ? എപ്പോൾ തുടങ്ങണം ഈ നൃത്തം? ആ കുട്ടി എത്ര നേരം നിൽക്കണത്? എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക? വരുന്നവരൊക്കെ മുമ്പിൽ ചിരിച്ചു കൊടുക്കണം, വരുന്നവൻ്റെ ഒക്കെ കൂടെ ഇരിക്കണം. പിന്നെയോ അതിൻ്റെയൊക്കെ മുമ്പേ അതാ ഹൽദി കല്യാണം, അതാണ് മഞ്ഞൾ കല്യാണം. പിന്നെ വരുന്നു അത് മൈലാഞ്ചി കല്യാണം, അതാണ് മെഹന്തി. ഹൽദി, മെഹന്തി, പേരൊന്നും കേരളീയ പേരല്ല. അപ്പോൾ വന്നതൊക്കെ എവിടുന്നാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും അന്ന് മഞ്ഞൾ തേച്ച് പെണ്ണിനെ സുന്ദരിയാക്കുന്നത്, അങ്ങനെ കുറേ ആചാരങ്ങൾ. അങ്ങനെ മഞ്ഞക്കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെയോ മൈലാഞ്ചി കല്യാണം എന്നൊരു പെണ്ണിൻ്റെ ഇത്തിരി പോകുന്ന കയ്യിൽ എല്ലാവരും കൂടി ഒരു ഈർക്കിലിക്കോലും ഒരിത്തിരി മൈലാഞ്ചി എടുത്ത് അയിമെന്ന് വെച്ച് കൊടുത്ത്, അതിനൊരു ഒരു ചെറിയൊരു കൽക്കണ്ടം കയ്യിൽ വെച്ച് കൊടുത്ത്, അതിങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് എല്ലാം വരുന്നവരൊക്കെ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ക്യാമറയിൽ പോസ്റ്റ് ചെയ്യുക, അതെന്നിട്ട് സമൂഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ അന്ന് പെണ്ണും ചെക്കനൊക്കെ ഒരുങ്ങി അതിനിങ്ങനെ ഈ പല്ലക്കിലൊക്കെ ആനയിക്കുന്നത്. പെൺകുട്ടികൾ 4 ആൾ അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ 4 കാലും മേലിങ്ങനെ പിടിച്ചിട്ട് അവർ മേലാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ നിന്ന് ഈ പെണ്ണിനെങ്ങനെ, പെണ്ണൊക്കെ ആകെ ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ട്. മുഖം മൂടി എന്ന് പറഞ്ഞാൽ നമ്മളെ നിഖാബൊന്നും അല്ലട്ടോ. ആ മുഖം മൂടിയൊക്കെ ഒരു സ്പെഷ്യൽ മുഖം മൂടിയല്ലേ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഇല്ലേ, അതൊക്കെ ആർക്കും കാണാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെന്ന് ഈ പാട്ടും താളങ്ങളും എല്ലാം ഇങ്ങനെ നടന്ന് ആണുള്ള ആ സ്റ്റേജിലേക്ക്, അവിടെ ഒരുപാട് അന്യാണുങ്ങളുണ്ട്, എല്ലാവരുടെയും ഇടയിലേക്കാണ് കയറി ചെന്ന് ആ ചങ്ങാതി ആദ്യമായിട്ട് ഇവളുടെ മുഖത്തിന് ഇതിങ്ങനെ നീക്കിക്കൊടുക്കുന്നു. അപ്പോഴേക്കത് ശരിയായില്ല, ക്യാമറ കിട്ടിയില്ല. അപ്പോഴേക്ക് ഒന്നും കൂടെ ക്യാമറമാൻ ഒന്നും കൂടെ നീക്കാൻ പറയുന്നു. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് സഹോദരങ്ങളെ നടന്നു വരുന്നത്? ഇതൊക്കെ അനുവദിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ? ഇതൊക്കെ അവർ ചെയ്യല്ലേ, നമ്മൾ എന്താ ചെയ്യുക? അതിനല്ലേ സഹോദര നിനക്ക് നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റൂലേ? എൻ്റെ കുടുംബത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റൂലേ? അത്രേ നമ്മൾ പറയുന്നുള്ളൂ. വേറെ അതൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. കാരണം ഇവർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഓരോരുത്തർക്കും അവരുദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഉമ്മാ പെങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ദീനല്ലേ?
നമ്മളെന്താ റബ്ബിനോട് പറഞ്ഞത്? ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചില്ലേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, നിനക്ക് വെറുപ്പുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. ഞാനെല്ലാം നിനക്ക് വേണ്ടിയാണ്, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്ന ആശയം വരുന്ന കാര്യങ്ങൾ എത്ര തവണ നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയോട് നമുക്കൊരു വിമുഖത വരുന്നത്? അതൊക്കെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എന്ത് വേണം? കുടുംബങ്ങൾക്കിടയിൽ ആ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞത് മാറ്റണം. അത് പറയാൻ കഴിയുന്നിടത്ത് പറയണം. പറയുമ്പോൾ മറ്റു പല സഹോദരിമാരും ബന്ധപ്പെട്ടവരും തെറ്റിദ്ധരിച്ചേക്കാം. എന്നാലും നമ്മൾ പറയാതിരിക്കരുത്. നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണം. അതാരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ആരോടെങ്കിലും പക തീർക്കാനല്ല, ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാനുമല്ല, ആയിരിക്കാനും പാടില്ല. ഞാൻ പോകുന്ന സ്വർഗത്തിലേക്ക് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും വരണം, അവർ നരകത്തിൽ പോകാൻ ഇടവരരുത് എന്ന നസീഹത്തോടെ സ്നേഹത്തോടെയാണ് നമ്മളത് പറയേണ്ടത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ മുമ്പ് തന്നെ കുടുംബ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ട് ബന്ധപ്പെട്ടവരെ ഉണർത്തണം. കാരണം അന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുമ്പേ അത് പറയാനുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചിരിക്കാറില്ലേ? പല കാര്യങ്ങളും ആലോചിക്കാറില്ലേ? അതിലൊരു അജണ്ട ഇങ്ങനെയായിരിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ കല്യാണം എങ്ങനെ നടത്തണം, അതിൻ്റെ A to Z വരെ ഇസ്ലാമിൽ അംഗീകൃതമായ റബ്ബിന് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണോ? അതേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. റബ്ബിന് പൊരുത്തമുള്ള കാര്യങ്ങളാണോ? അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ നടത്തണം എന്ന് രണ്ട് കൂട്ടരും തീരുമാനമെടുത്താൽ പിന്നെ അവിടെ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് എന്ന ന്യായത്തിനൊന്നും പിന്നെ പ്രസക്തിയില്ലല്ലോ. കാരണം പണം ചെലവാക്കുന്നത് നമ്മളല്ലേ, നമ്മുടെ വീടല്ലേ, നമ്മുടെ മോനല്ലേ, നമ്മുടെ മോളല്ലേ. നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മക്കളല്ലേ. അവർ കൂടെയില്ലാതെ സ്വർഗം ഓർക്കാനാകുന്നുണ്ടോ? തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ദുനിയാവിൽ നല്ലൊരു കാഴ്ച കാണുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായെങ്കിൽ എന്ന് കൊതിക്കുന്ന നമ്മൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആ മനോഹരമായ സ്വർഗത്തിൻ്റെ ആ സുഖാസ്വാദനങ്ങൾക്കിടയിൽ നമ്മുടെ പൊന്നുമക്കളെ കാണാനായില്ലെങ്കിൽ, നമ്മുടെ ഇണകളെ കാണാനായില്ലെങ്കിൽ, നമ്മുടെ മക്കളെ കാണാനായില്ലെങ്കിൽ ആ സങ്കടം എവിടെ വെച്ച് തീർക്കാനാണ്? റബ്ബേ, ഒന്ന് മടക്കി തരാമോ എന്നതിനവിടെ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് കുടുംബങ്ങൾ ഇത് മനസ്സിലാക്കണം. ബന്ധപ്പെട്ടവർ നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഈ വിഷയത്തിലൊക്കെ വേണം. ഒരു ദുരാചാരത്തിൻ്റെയും പിന്നാലെ നമ്മൾ പോകരുത്. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കല്യാണ ദിവസങ്ങളിലാണെങ്കിൽ അധിക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കാരവുമില്ല. നിസ്കരിക്കാൻ എങ്ങനെയാ ഇനിയിപ്പോ? അതൊക്കെ ഒന്നിച്ച് വീട്ടിൽ ചെന്നിട്ടങ്ങ് ഖലാ വീട്ടാന്നുള്ളൊരു നിലപാട് പലരും പറയാറുണ്ട്. ഇസ്ലാമിലില്ല കേട്ടോ. അതിന് ബന്ധപ്പെട്ട നിയമങ്ങൾ വേറെയുണ്ട്. അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പെരുമാറണം. ഒരു വഖത്ത് നിസ്കാരം പോലും അനാവശ്യമായി അത് വിട്ടുകളഞ്ഞ അതിൻ്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തീർന്നില്ല സഹോദരന്മാരെ, വിവാഹത്തിൻ്റെ പന്തലിൽ എന്താണ് നടക്കുന്നത്? ഭക്ഷണം എത്രയാണ്? ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ 10-100 ഇരട്ടിയല്ലേ ഉണ്ടാക്കുന്നത്. ഓരോ ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവരവരുടെ പരസ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലെ കല്യാണം എങ്ങനെ നടത്തണം, എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഈവന്റ് മാനേജുകളല്ല തീരുമാനിക്കേണ്ടത്.
കാറ്ററിംഗ് സർവീസുകാരല്ല തീരുമാനിക്കേണ്ടത്. ബാപ്പയുണ്ടോ വീട്ടിൽ? ബാപ്പ തീരുമാനിക്കട്ടെ. ഉമ്മ തീരുമാനിക്കോ? നിങ്ങൾ തീരുമാനിക്കൂ. അതാണ് വേണ്ടത്. അങ്ങനെ അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണ്ടത് ചെയ്താൽ മതി. ചോറ് തന്നെ എത്ര രൂപത്തിലുള്ള ചോറാണ്. മന്തി തന്നെ ഗൾഫിൽ എന്തൊക്കെ പേരിലുണ്ടോ അതിൻ്റെയൊക്കെ പേരിൽ ഇവിടെ മന്തിയാണ്. ബിരിയാണി പലതാണ്. ആടുണ്ട്, കോഴിയുണ്ട്, ചിക്കനുണ്ട്, മത്സ്യങ്ങൾ ഏതൊക്കെ മാർക്കറ്റിലുണ്ടോ അത് മുഴുവനുമുണ്ട്. കരിച്ചതുണ്ട്, പൊരിച്ചതുണ്ട്, വറ്റിച്ചതുണ്ട്, മുളകുട്ടതുണ്ട്. അതുപോലെ തന്നെ പലഹാരങ്ങൾ എത്രയുണ്ട്. പഴക്കുലകൾ, തട്ടുകടകൾ, ഐസ്ക്രീം ബാറുകൾ. അതുപോലെ തന്നെ ഒരു ചായ കുടിക്കണമെങ്കിൽ 10ഉം 15ഉം ഫ്ലേവറിലുള്ള ചായകൾ. ഇനി എല്ലാത്തിനും പുറമേ സ്വീകരിക്കാൻ താലപ്പൊലി ഏന്തിക്കൊണ്ട് അതേ പ്ലേറ്റും അതുപോലെ തന്നെ കിണ്ണവുമായി കൊണ്ട് സെറ്റി സാരി ഉടുത്ത പെണ്ണുങ്ങളാണ് കവാടത്തിൽ സ്വീകരിക്കാൻ. ആര് പഠിപ്പിച്ചു മുസ്ലിമേ? നിന്റെ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ടത് നീയാണ്. മാന്യമായവർക്ക് ഭക്ഷണം കൊടുക്ക്. തെണ്ടികളാക്കുന്ന സ്വഭാവം ഉണ്ടാക്കരുതേ. പ്ലേറ്റും പിടിച്ചിട്ട് അങ്ങനെ മണിക്കൂറുകൾ ക്യൂ നിർത്താൻ നിന്റെ വീട്ടിലോ ഓഡിറ്റോറിയത്തിലോ സൗകര്യമില്ലെങ്കിൽ സൗകര്യമുള്ള ആളുകളെ വിളിച്ചാൽ മതി. ബൊഫയാണ് പോലും ഇത്തിരി മാന്യതയുള്ളവൻ ഈ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അത് തന്നെ ഒരിക്കൽ പോയിട്ടെടുത്ത് രണ്ടാമത് പോകണം നീ സാധുവിനുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്, പോകാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പോഴേക്ക് മറ്റോൻ്റെ കമൻറ്റ്, ആർത്തി പണ്ടാരം തീർന്നില്ലല്ലേ, പിന്നെ ആ മനുഷ്യൻ പോകൂല്ല. ഇങ്ങനെ മാന്യതയില്ലാത്ത വിധത്തിലേക്ക് നമ്മുടെ ബൊഫേ സൽക്കാരങ്ങൾ തകർന്നു പോകരുത്. ഇരുത്തി ഭക്ഷണം കൊടുക്കൂ. അതിന് സൗകര്യമില്ലേ? ഉള്ള വിധത്തിൽ നിങ്ങൾ ആളുകളെ വിളിച്ചാൽ മതി. അല്ലാത്ത നിലക്ക് ഇങ്ങനെ ഒരുപാട് ക്യൂ നിൽക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ അന്നം കണ്ടിട്ട് യാചിക്കാൻ വന്ന യാചകരല്ല കേട്ടോ. മാന്യമായി നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇരുത്തി ഭക്ഷണം കൊടുക്കൂ. അതാണ് മാന്യത. അതിനാവശ്യമുള്ള സ്ഥലമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത്രയും വലിയ രൂപത്തിൽ അംഗങ്ങളെ വിളിച്ചുകൊണ്ട് ഈ ചെയ്യിക്കുന്നത്? അതുകൊണ്ട് അതൊക്കെയും നമ്മൾ പാലിക്കണം. അങ്ങനെ ഒരു 100 കൂട്ടം ധൂർത്തുകളും വേണ്ടാത്തരങ്ങളും ആവശ്യത്തിന് വേണ്ട രൂപത്തിൽ 1ഓ 2ഓ ചോറുകളോ അതിൻ്റെയൊക്കെ ചേരുവകളോ ഒക്കെ അതൊക്കെ എല്ലായിടത്തും നടപ്പുണ്ട്. ഇത് അതൊന്നുമല്ല. 285 തരം വിഭവങ്ങൾ എന്നൊക്കെയാണ് ചില കാറ്ററിംഗ് സർവീസുകാരുടെ പരസ്യം. ഞാൻ വെറുതെ പറയണമെന്നല്ല. നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്റിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു MP ഒരു കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറയണത് ഇത്തരം വിവാഹങ്ങളെ നിരോധിക്കണം, ഇതിന് ഏറ്റവും വലിയ ടാക്സ് ചുമത്തണം. അയാളുടെ കയ്യിലുള്ള ആ വിവാഹത്തിൻ്റെ കണക്കിൽ ആ ഈവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് സർവീസുകാർ കൊടുത്ത കണക്ക് 285 വിഭവങ്ങളുടെ പട്ടികയാണ്. 285 വിഭവങ്ങളുടെ പട്ടികയാണ്. ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത്, ഞങ്ങൾ 100 വിഭവം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. ഇങ്ങനെ ഓരോ രൂപത്തിലുള്ള ഈ വിധത്തിലുള്ള കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അറിവുള്ളവരെ, ഇതൊക്കെ നമുക്കൊക്കെ അറിയില്ലേ? ഇതൊന്നും വേണ്ട, ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന്. നമുക്ക് നിയന്ത്രിച്ചാൽ നമ്മുടെ വീടകം നിയന്ത്രിച്ചൂടെ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. ആവർത്തിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ നിയന്ത്രിക്കൂ, നിങ്ങളിൽ മാറ്റം വരുത്തൂ. നിങ്ങൾക്ക് കഴിയാവുന്നവരോട് പറയൂ. അവർക്കൊരു പക്ഷേ വെറുപ്പ് തോന്നിയേക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകും ഞങ്ങളോട് വെറുപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല, ഞങ്ങളുടെ അടുക്കൽ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. അവർക്കതുകൊണ്ട് പിന്നെ വിഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് ഗൗരവത്തിലെടുക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായി ഓരോ സ്ഥലങ്ങളിലും എൻ്റെ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് അനുഭവങ്ങളിലുണ്ടാകും. നിങ്ങളതൊക്കെ തിരുത്തണം, മനസ്സിലാക്കണം. എന്തിനു വേണ്ടി സഹോദരങ്ങളെ? നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൂടാനുള്ള പരലോകത്തിൽ നമ്മൾ ഈ പരിചയക്കാരും എല്ലാവരും പരസ്പരം കാണുമ്പോൾ ആരും അവിടെ വെച്ച് മുഖം തിരിച്ച് ശത്രുക്കളായി മാറാതെ നമ്മളൊക്കെ ഒന്നിച്ച് സ്വർഗത്തിലെത്തുന്ന ഒരവസ്ഥ, അതിന് വിഘാതമാകുന്ന നിലക്കുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് പറഞ്ഞാൽ ഞാൻ മാത്രം ഈ കുടുംബത്തിൽ ഒറ്റപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ
ബാധ്യത നിങ്ങൾ നിർവഹിക്കാതെ അതിൽ നിങ്ങൾ സന്തോഷത്തോടെ കൂടിക്കൊടുത്താൽ ഓർക്കണേ, മരിക്കുന്ന നേരത്തെ വേദന അനുഭവിക്കുന്നത് നമ്മൾ ഒറ്റക്കാണ്. ഖബറിൽ കിടക്കുമ്പോൾ ചോദ്യത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ ഒറ്റക്കേയുള്ളൂ. മഹ്ശറ കോടതിയിലെത്തുമ്പോൾ വിചാരണയ്ക്ക് വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങൾ കയ്യിൽ തരുമ്പോൾ നമ്മൾ ഒറ്റക്കേയുള്ളൂ കേട്ടോ. ആരാരും നമ്മുടെ സഹായത്തിനില്ല, ആരാരും നമുക്ക് രക്ഷകരില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അതെ, ബാപ്പമാരിൽ നിന്ന് മക്കൾ ഓടുകയാണ്. ഉമ്മാനെ എനിക്ക് കാണണ്ട, മോനെ കാണണ്ട, മക്കളെ വാപ്പാക്ക് കാണണ്ട, ഉമ്മാക്ക് കാണണ്ട, ഭാര്യക്ക് ഭർത്താവിനെ കാണണ്ട, ഭർത്താവിന് ഭാര്യയെ കാണുകയേ വേണ്ട, എനിക്കാരും വേണ്ട, എൻ്റെ ശരീരം എല്ലാവരെയും ഞാൻ തരാം, പകരം എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? ബാപ്പയെ തരാം, മക്കളെ തരാം, ഉമ്മയെ തരാം, ഭാര്യയെ തരാം, ഭർത്താവിനെ തരാം എന്ന് വേണ്ട, ലോകത്തുള്ള എല്ലാ സമ്പത്തും തരാം അല്ലാ, എന്നെ ഒന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമോ എന്ന് വിലപിക്കുന്ന ലോകത്ത് ഈ പറയുന്ന ആളുകളാരും, ഇതിനെ കൈയടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചവർ, ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചവർ, ഇതിനെ എതിർത്തവരെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞവരാരെയും അവിടെ കാണൂല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ നഫ്സി എന്ന് പറഞ്ഞോടുന്ന പരലോകത്ത് റബ്ബേ എന്നാൽ കഴിയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണേ. അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് കടമ നിർവഹിക്കണേ. മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിക്കൂടാ. ഇത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സമൂഹത്തിൽ കാണുന്ന ഒഴുക്കിൽ നിന്നുകൊടുക്കുന്ന ചണ്ടികളായി നമ്മൾ മാറാതെ ഒഴുക്കിനെതിരെ അഭിമാനപൂർവം നമ്മുടേതായ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്കാണ് അള്ളാന്റെ റസൂല് ആയിരക്കണക്കിന് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. ഫതൂബാ ലിൽ ഖുറബാ. അങ്ങനെയുള്ള ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് മംഗളം, അവർക്കാണ് ആശീർവാദം. അല്ലാതെ എല്ലാത്തിനും കൂടിക്കൊടുക്കുന്നവനല്ല, അതിന് പണിയൊന്നുമില്ല. എല്ലാത്തിനും ആളായിട്ട് എല്ലാവരെയും ഇളയമ്മ, എല്ലാവരെയും മൂത്തമ്മ, എല്ലാവരെയും അളിയാക്ക, എല്ലാവരെയും അളാപ്പ, അങ്ങനെ നിന്നു കൊടുക്കാൻ പാടെ ഒരു ത്യാഗമല്ല. നമ്മളായി ജീവിക്ക്, നമ്മുടെ ഇസ്സത്തോടെ നിൽക്ക്, അതാണ് അഭിമാനം. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ നിലക്കുള്ള ആശീർവാദത്തിന് നമ്മൾ വിധേയരാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിധത്തിലുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ മുന്നേറേണ്ടത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, വിശ്വാസ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ കൂടെ മറ്റെല്ലാ രംഗത്തുമുള്ള വിശുദ്ധി നേടിക്കൊണ്ട് അങ്ങനെ ഒരു സംതൃപ്ത കുടുംബമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ചുണ്ടാകും. ഉണ്ടായി തീരട്ടെ. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ആ വിധത്തിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്നെന്നും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഒരുപാട് ആളുകൾ രോഗികളായി നമ്മുടെ കൂട്ടത്തിൽ വിഷമിച്ച് കഴിയുന്നുണ്ട്. ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, മറ്റു പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും റഹ്മാനായ റബ്ബിൻ്റെ ബറക്കത്തും റഹ്മത്തും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.